സുകുമാരക്കുറുപ്പ് മരണപ്പെട്ടു എന്ന് കൺക്ലൂസീവായിട്ട് കേസ് ഡയറി ഞാൻ എഴുതി വച്ചിട്ടുണ്ട്. കാരണം എനിക്ക് സുകുമാരക്കുറുപ്പിനെ കാണാൻ പറ്റില്ല, പക്ഷേ കോർപ്പസ് ഡിലിറ്റി നമുക്ക് അല്ലെങ്കിൽ ഡെഡ് ബോഡി കണ്ടെത്താൻ പറ്റിയില്ല എന്നൊരു പരാമർത്ഥമാണ്. പക്ഷേ ആ ജോഷി എന്ന വ്യക്തി തന്നെയാണ് സുകുമാരക്കുറുപ്പ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം പോലീസ് ആ ഫോട്ടോ കണ്ട് ഇത് ജോഷി എന്ന് പറഞ്ഞ ആൾ തന്നെയാണ് സുകുമാരക്കുറുപ്പ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് സുകുമാരക്കുറുപ്പിൻ്റെ ചാപ്റ്റർ ഞാൻ കേസ് ഡയറിയിൽ അവസാനിപ്പിച്ചിട്ടാണ് ക്രൈംബ്രാഞ്ചിൽ നിന്ന് പോകുന്നത് തന്നെ. നിറയെ പാടങ്ങളും പച്ചപ്പും അതുപോലെ വൃക്ഷങ്ങളും നിറഞ്ഞു നിൽക്കുന്ന ഓണാട്ടുകര. ഓണാട്ടുകരയിലെ ക്ഷേത്രോത്സവമാണ്. ധാരാളം ആളുകൾ ക്ഷേത്രത്തിൽ പോയി അവിടെ കഥകളി കാണാം, അതുപോലെ നൃത്തച്ചൂട് കാണാം, ചാട്ടുളി പോലെ പ്രയോഗിക്കുന്ന ചില സംഭാഷണങ്ങളുള്ള നാടകങ്ങൾ കാണാം, കരിമരുന്ന് പ്രയോഗങ്ങൾ കാണാം. ഏതായാലും വലിയ ഉത്സവം ഓണാട്ടുകര നടക്കുകയാണ്. 1984 ജനുവരി 28 രാത്രിയിൽ. ഏതായാലും വെളുപ്പാങ്കാലം ഉത്സവം കഴിഞ്ഞ് എല്ലാവരും പതുക്കെ പിരിഞ്ഞു പോകുന്നു. 2 കുട്ടികൾ ഈ ഉത്സവം എല്ലാം കണ്ടിട്ട് അവരെ വീട്ടിലേക്ക് നടന്നു പോവുകയാണ്. മാവേലിക്കര പുന്നമൂട് കൊല്ലകടവ് റോഡിൽ അവിടെ എത്തി. അവർ വീട്ടിലോട്ട് നടക്കുകയാണ് കൊച്ചുകുട്ടികൾ. അവിടെ എത്തിയപ്പം ആ തണ്ണീർമുക്കം ബണ്ടിന് അവിടുന്ന് ആ ബണ്ടിനോട് ചേർന്ന് വരുന്ന പാടത്ത് ഒരു അഗ്നിഗോളം കണ്ടു കുട്ടികൾ. ഒരു കാറ് നിന്ന് കത്തുകയാണ്. കുട്ടികൾ കണ്ട് അന്തം വിട്ടു. ഒരു അഗ്നിഗോളം പോലെ അവർ ഉറക്കെ നിലവിളിച്ചു. കാരണം കാറ് കത്തുന്നുണ്ട്, ഓടി വരണേ, രക്ഷിക്കണേ എന്നൊക്കെ പറഞ്ഞ് കൊച്ചുങ്ങൾ വിളിച്ചു. അപ്പം അത് വിളി കേട്ടിട്ട് അതിനടുത്തുള്ള ഒരാൾ ഉറക്കത്തിൽ നിന്ന് ചാടി എഴുന്നേറ്റു. അയാൾ ഈ കുട്ടികളുടെ ജനൽ തുറന്ന് നോക്കി. കുട്ടികളാണ്, വിളിക്കുകയാണ്, നിലവിളിക്കുകയാണ്, കാറ് കത്തുന്നു. ഇയാൾ ചാടി ഇറങ്ങി അയൽവക്കത്തുള്ള സുഹൃത്തിനെ കൂടെ വിളിച്ചു. അവരെല്ലാം കൂടെ ഓടിക്കൂടി. കാറിൻ്റെ സീറ്റിലിരുന്ന് ഒരാൾ കത്തുകയാണ്. ഉദ്ദേശം നല്ല പൊക്കമുള്ള ഒരാൾ. ഏതായാലും കാറ് കത്തി അമർന്നു. ഏതായാലും പോലീസിനെ വിവരങ്ങൾ അറിയിച്ചു. ഏതായാലും പോലീസ് വളരെ ഈ അമ്പലത്തിൽ ഉത്സവം കൊണ്ട് വളരെ ത്രൂ ഔട്ട് നൈറ്റ് മുഴുവൻ പോലീസുണ്ട്. പെട്ടെന്ന് അവിടെ ഈ DYSP ചെങ്ങന്നൂർ DYSP ആയിരുന്ന ഹരിദാസ് സാറ്, അന്ന് അദ്ദേഹം അവിടുത്തെ DYSP ആണ്. അദ്ദേഹം രാത്രി ഡ്യൂട്ടിയിലായിരുന്നു. എന്തായാലും 5:30 മണിക്ക് തന്നെ അദ്ദേഹം ഈ കാറ് കത്തിയ ആ വയലിൻ്റെ അവിടെ എത്തിക്കഴിഞ്ഞു. ഏതായാലും അദ്ദേഹം വന്നു, ഇത് കണ്ടു. ഏതായാലും ആ സമയത്ത് പോലീസിനെ വിളിച്ചറിയിച്ച ഈ കുട്ടികളെ നിലവിളി കെട്ടി രാധാകൃഷ്ണൻ എന്നൊരാൾ, അതുപോലെ സുരേഷ് കുമാർ എന്നൊരാൾ. സുരേഷ് കുമാറാണ് ഉറക്കത്തിൽ ചാടി എഴുന്നേറ്റിട്ട് കുട്ടികളെ വിളി കെട്ടിട്ട് പുറത്തിറങ്ങി അയൽവക്കംകാരനെ കൂടെ വിളിച്ചത്. ഏതായാലും രാധാകൃഷ്ണൻ ഇവർ രണ്ടുപേരും പോലീസിൽ പോയി പരാതിപ്പെട്ടു. ഇങ്ങനെ കാറ് കത്തിയിട്ടുണ്ട്. ഉടനെ കാര്യത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കി DYSP അന്നേരം തന്നെ സംഭവ സ്ഥലത്ത് മറ്റു പോലീസുകാരെത്തിയെങ്കിലും അദ്ദേഹം കുതിച്ചെത്തി. ഏതായാലും ഹരിദാസിനെ പറ്റി അറിയാം കേരളത്തിലുള്ളവർക്ക്. അദ്ദേഹം SP ആയിട്ട് റിട്ടയർ ചെയ്തിപ്പം കൊല്ലത്തുണ്ട്, വിശ്രമ ജീവിതം നയിക്കുന്നു. അദ്ദേഹം വളരെ സ്മാർട്ടായ ഒരു ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറാണ്. അദ്ദേഹം ധാരാളം കേസുകൾ പിടിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ കേസിൻ്റെ തുടക്കം മുതൽ അദ്ദേഹം അന്വേഷണത്തിലുണ്ടായിരുന്നു. ഏതായാലും അദ്ദേഹം അന്വേഷണം ആദ്യം മുതൽ ഏറ്റെടുത്തു. ഇത് ചില സംശയകരമായ കാര്യമുണ്ട് ഇതിനകത്തുനിന്നൊക്കെ പത്രവാർത്തകളൊക്കെ വന്നെങ്കിലും ഒരാൾ കത്തിക്കരിച്ചിരിക്കുന്ന അയാളെ കൊന്നതാണോ, അയാളെ കരിയിച്ചതാണോ, അയാൾ സ്വയം വണ്ടി ഓടിച്ചു വന്നപ്പം കാറിന് തീ പിടിച്ച് കത്തിയതാണോ എന്നൊക്കെ പല പല കഥകൾ അന്നത്തെ പത്രത്തിൽ രാവിലെയും അടുത്ത ദിവസത്തെ പത്രത്തിലൊക്കെ വന്നു. ഏതായാലും ഇതിൻ്റെ ഗൗരവം മനസ്സിലാക്കിയപ്പോൾ അന്നത്തെ ക്രൈംബ്രാഞ്ച് DGPയും ഏലും സംസ്ഥാന DGP ആയിട്ട് കൺസൾട്ട് ചെയ്ത് ഇമ്മീഡിയറ്റ് ആയിട്ട് സ്പോട്ടിലേക്ക് ഹരിദാസിനെ സഹായിക്കാൻ ബാലകൃഷ്ണൻ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ഗ്രൂപ്പിലെ SP MP ബാലകൃഷ്ണൻ പോകണമെന്ന്. പെട്ടെന്ന് അദ്ദേഹം തിരിച്ചു. ഉച്ചയ്ക്ക് മുമ്പ് തന്നെ അദ്ദേഹം അവിടെ എത്തിയിരിക്കുന്നു. കൂടെ ഞാനും പോയി. അങ്ങനെയാണ് ഈ കേസിൻ്റെ തുടക്കം മുതലേ ഞാൻ ഈ കേസിനകത്തുണ്ട്. ഏതായാലും അവിടെ ചെന്ന് MP ബാലകൃഷ്ണൻ സാറും ഞാനും ചെന്നു. സ്പോട്ട് കണ്ടു, ആളുടെ ഡെഡ് ബോഡി കണ്ടു. അപ്പോൾ അവിടെ തന്നെ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ അന്ന് ഡോക്ടർ ഉമാദത്തനുണ്ട്. അദ്ദേഹം ഇന്ന് ഇല്ല, ജീവിച്ചിരിപ്പില്ല. അദ്ദേഹം സ്പോട്ടിലെത്തി. എന്തായാലും ഫോറൻസിക് വിദഗ്ധ ഉമാദത്തനും വന്നു. ഏതായാലും ഇതിനകത്ത് എന്തോ ഒരു ചെറിയ പ്രശ്നങ്ങളുണ്ട് എന്ന് ഹരിദാസിൻ്റെ മനസ്സിലെത്തി.
അതിനകത്ത് അങ്ങനെ തന്നെയായിരുന്നു എം പി ബാലകൃഷ്ണൻ്റെ എൻ്റെയും നിഗമനങ്ങൾ. ഏതായാലും ഡെഡ് ബോഡി കണ്ടപ്പോൾ ഒരു ചെറിയ സംശയം ഉമാത്തൻ സാറിന് വന്നു. ഞങ്ങളുടെ ആ സംശയം അദ്ദേഹം ശരിവെച്ചു. ഏതായാലും കാറ് മുഴുവൻ കത്തിയെങ്കിലും കാറിൻ്റെ നമ്പർ KLQ 7831 അത് വളരെ കത്തിക്കരിഞ്ഞെങ്കിലും വായിക്കാൻ പറ്റുമായിരുന്നു. ഏതായാലും 7831 അംബാസഡർ കാറ് KLQ അത് ഓണർ പുലിയൂർ വില്ലേജിലെ പുത്തൻവീട്ടിൽ ഭാസ്കരപിള്ള എന്നൊരാളാണ്. ഭാസ്കരപിള്ളയുടെ കാറാണ് കത്തിയത്. അപ്പം ഭാസ്കരപിള്ള ആകാം മരിച്ചതെന്നൊരു സംശയം തോന്നി. ഏതായാലും പുലിയൂർ പോയി ഭാസ്കരപിള്ള വീട്ടിലുണ്ടോ എന്ന് നോക്കിയപ്പോൾ ഭാസ്കരപിള്ള വീട്ടിലുണ്ട്. അപ്പോൾ ഭാസ്കരപിള്ളയല്ല മരിച്ചത്, കാറിൻ്റെ രജിസ്റ്റേർഡ് ഓണർ ഭാസ്കരപിള്ളയാണ്. അപ്പം ഭാസ്കരപിള്ള ഭാസ്കരപിള്ള പറഞ്ഞു എൻ്റെ ഭാര്യയുടെ ചേച്ചിയുടെ ഭർത്താവ് സുകുമാരക്കുറുപ്പ്, ഗോപാലകൃഷ്ണക്കുറുപ്പ് എന്ന സുകുമാരക്കുറുപ്പ് രാത്രിയിൽ എൻ്റെ കാർ എടുത്തുകൊണ്ട് പോയായിരുന്നു ആലപ്പുഴയ്ക്ക്. അങ്ങേരാണോ ഇല്ലയോ എന്ന് സംശയമായി. ഇങ്ങനെ സംശയം പറഞ്ഞ് പോലീസിൻ്റെ അടുത്ത്. ഏതായാലും രജിസ്റ്റേർഡ് ഓണർ ഭാസ്കരപിള്ളയല്ല. ഏതായാലും പോലീസ് ഇമ്മീഡിയറ്റായിട്ട് ഭാസ്കരപിള്ളയെ കണ്ട് സംസാരിച്ചു. കാറ് കൊണ്ടുപോയത് സുകുമാരക്കുറുപ്പ് തന്നെ, എനിക്ക് ആ സംശയമില്ല. ഏതായാലും പൊക്കവും സൈസൊക്കെ നോക്കിക്കഴിഞ്ഞപ്പോൾ സുകുമാരക്കുറുപ്പ് സുമുഖനാണ്. 6 അടിയോളം പൊക്കം വരും. 176 സെൻറ്റിമീറ്ററാണ് പൊക്കം, ഏകദേശം 6 അടി തന്നെ. അത്ര ഉയരമുള്ള മനുഷ്യനാണ്. അപ്പോൾ ഇതിനകത്ത് കത്തിക്കരിഞ്ഞ് കിടക്കുന്നതും ഉയരമുള്ള ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ ആ കാറ് വയലിലേക്ക് ഓടിച്ച് അങ്ങ് ഇറക്കിയിരിക്കുന്ന പോലെയാണ് കിടക്കുന്നത്. ഇങ്ങനെ ചെരിഞ്ഞ് മൂക്ക് താഴോട്ട് കുത്തി കിടക്കുകയാണ്. ആ കാറിൻ്റെ അകത്ത് ഡ്രൈവർ സീറ്റിൽ ആ വണ്ടി ഓടിച്ചിരുന്ന ആളുടെ പൃഷ്ഠഭാഗം കാറിൻ്റെ അകത്തും സീറ്റിനകത്തും അല്ലെങ്കിൽ സീറ്റിന് വെളിയിലും, അയാളുടെ തലഭാഗം മറ്റും സീറ്റിലിരിക്കും. ഒരു കയ്യെ ആ സ്റ്റിയറിങ്ങിലും പിടിച്ചിട്ടുണ്ട്. പക്ഷേ ഹരിദാസ് DYSP അന്ന് അദ്ദേഹം നോക്കിയപ്പം കാറിൻ്റെ വെളിയിൽ ഒരു കന്നാസ് കിടപ്പുണ്ട്, ആനമാർക്ക് ഒരു തീപ്പെട്ടി കിടപ്പുണ്ട്, പിന്നെ ഒരു ഗ്ലൗസ്. അതാണ് ഹരിദാസ് സാറിന് ആദ്യമേ സംശയം ഉണർത്താൻ കാരണം കന്നാസുണ്ട്, അപ്പം കാറ് കത്തിച്ചതിരിക്കാം. അതുപോലെ ഒരു തീപ്പെട്ടി വന്നിരിക്കുന്നു, ഒരു ഗ്ലൗസ് വന്നിരിക്കുന്നു. സംശയം ജനിപ്പിച്ചു. കാറിനകത്ത് പെട്രോൾ ഒഴിച്ചിട്ടുണ്ട്, കാറിൻ്റെ പുറത്ത് ഒഴിച്ചിട്ടുണ്ട്, ബോണറ്റിൽ ഒഴിച്ചിട്ടൊക്കെ ആയിട്ട് അവിടെ എല്ലാം കത്തിയിരിക്കുന്നത് ആ ഭാഗത്ത് പെട്രോൾ തന്നെയാണ് കത്തിയിരിക്കുന്നതുകൊണ്ടും മനസ്സിലായി. കാറിനകത്തു നിന്ന് വല്ലാത്തൊരു മണം വന്നുകൊണ്ടിരുന്നു. മനുഷ്യൻ പെട്രോൾ ഒഴിച്ച് കത്തിച്ചപ്പോൾ ഉള്ള മണം തന്നെ, എങ്കിലും ഒരു പ്രത്യേക രീതിയിലുള്ളൊരു മണമാണ് കാറിനുള്ളിൽ. എന്തായാലും കാറിൻ്റെ ഉടമസ്ഥൻ മരിച്ചിട്ടില്ല. അയാൾ പറയണത് ഇത് തൻ്റെ ബ്രദർ, ഭാര്യയുടെ ചേച്ചി സരസുവിൻ്റെ ഭർത്താവ് ഗൾഫിലുള്ള ഗോപാലകൃഷ്ണക്കുറുപ്പ് അല്ലെങ്കിൽ സുകുമാരക്കുറുപ്പ്, അയാൾ 2 ആഴ്ച മുമ്പ് ലീവിന് വന്നു. അയാൾ രാത്രി എൻ്റെ കാർ എടുത്തുകൊണ്ട് പോയി. അയാളായിരിക്കാനാണോ സാധ്യത ഉണ്ട് എന്ന് പറഞ്ഞു. ഏതായാലും കത്തിക്കഴിഞ്ഞ മൃതദേഹം സുകുമാരക്കുറുപ്പിൻ്റെ ആണെന്നാണ് ഒരു നിഗമനം പോലീസിനും അതുപോലെ തന്നെ ഭാസ്കരപിള്ളയ്ക്കും. ആ കാറിൻ്റെ KLQ 7830 ഓണർ ഭാസ്കരപിള്ളയ്ക്കും. ഏതായാലും പോലീസ് വേറെ അയാളെ ചോദ്യം ചെയ്തിട്ട് അന്നേരം തന്നെ വിട്ടു. ഏതായാലും അയാളോട് ചോദിച്ചു സുകുമാരക്കുറുപ്പിന് ആരെങ്കിലും ശത്രുക്കളുണ്ടോ എന്ന്. അയാളുടെ അറിവിലില്ല. പിന്നെ എന്തിനാണ് ഇയാളെ കത്തിച്ച് അല്ലെങ്കിൽ ഇയാളെ കൊന്ന് കത്തിച്ച് കളയേണ്ട ആവശ്യം? ആളെ തിരിച്ചറിയാൻ വയ്യാത്ത വിധം മുഖം, ദേഹം മുഴുവൻ പൊള്ളൽ നമുക്ക് മനസ്സിലാക്കാം, പക്ഷെ മുഖം പ്രത്യേകമായി പൊള്ളിച്ചിരിക്കുന്നു, ഡിസ്ഫിഗർ ചെയ്തിട്ടുണ്ട്. അപ്പം അത് മനഃപൂർവ്വം ചെയ്തതായിട്ടൊരു സംശയം വരുന്നുണ്ട്. ഏതായാലും കുറുപ്പാകാൻ മരിച്ചത് ആരെങ്കിലും കൊന്നതാകാം കുറുപ്പിനെ. അയാളെ ആർക്കെങ്കിലും വൈരാഗ്യങ്ങൾ നാട്ടിലുണ്ടോ? ഒന്നുമില്ല, വലിയ പണക്കാരനാണ് അറിയപ്പെടുന്നത്. ഏതായാലും ഒരു ജോഡി ചെരുപ്പ് കൂടി പിന്നീട് കാർ മാറ്റിയപ്പം കണ്ടെത്തി കഴിഞ്ഞു. അപ്പം ഈ
സംഭവം DYSP ആയത് ഹരിദാസിന് മാത്രമല്ല, MP ബാലകൃഷ്ണൻ സാറിനും എനിക്കും അതോടൊപ്പം തന്നെ ഉമാകാന്തൻ സാറിനും സംശയങ്ങൾ അങ്ങ് ഒന്നിൻ്റെ പുറകെ ഒന്ന് വന്നുകൊണ്ടിരുന്നു. ഏതായാലും കുറുപ്പിൻ്റെ വീട്ടിൽ കുറുപ്പിൻ്റെ അമ്മയും കുറുപ്പിൻ്റെ സഹോദരനും അവിടെ ഉണ്ട്. ഭാര്യ വീട്ടിലാണ് കുറുപ്പ്. അത് ഭാസ്കരപിള്ളയുടെ വീടിൻ്റെ തൊട്ടടുത്ത് ഭാര്യയുടെ ഒരു വീടുണ്ട്, തറവാട് വീടുണ്ട്. അവിടെയാണ് സരസു. അവൾ ഗൾഫിലാണ്, കുട്ടികളും ഗൾഫിലാണ്. ഇയാൾ മാത്രം തനിച്ചാണ് ഇത്തവണ വന്നത്. ഏതായാലും കുറുപ്പ് മരിച്ചു എന്നുള്ള രീതിയിലാണ് പത്രവാർത്തകൾ പ്രചരിപ്പിച്ചത്, അല്ലെങ്കിൽ പത്രവാർത്തകൾ വന്നത്. കാരണം ആമുഖമായിട്ട് അത്രേ അറിയാൻ ഒക്കുന്നുള്ളൂ. ഏതായാലും മൃതദേഹം ഏറ്റുവാങ്ങിയിട്ട് അവർ മതാചാരപ്രകാരം അത് അവരുടെ വീട്ടിൻ്റെ തെക്ക് ഭാഗത്ത് ശവമടക്കി. ഏതായാലും പോലീസ് അത് ദഹിപ്പിക്കാനായിട്ട് സമ്മതിച്ചില്ല, അത് ശവമടക്കി. ഏതായാലും ആരാണെന്ന് ഒരു സംശയം വന്നതുകൊണ്ട് അത് കുറുപ്പാണോ ഇനി വേറെ വല്ലവരും ആണോ, കുറുപ്പിന് വൈരാഗ്യമില്ല, കുറുപ്പിനെ കൊല്ലേണ്ട ഒരു ആവശ്യമില്ല, അങ്ങനെയൊക്കെ സംശയം വന്നു കഴിഞ്ഞപ്പം അവരുടെ വീടിൻ്റെ പരിസരത്ത് തന്നെ ആ മൃതദേഹം ശവം അടക്കുകയായിരുന്നു ചെയ്തത്. ഏതായാലും ഈ കേസിൻ്റെ പിറ്റേ ദിവസം അതിൻ്റെ അടുത്ത ദിവസമൊക്കെ നോക്കിക്കഴിഞ്ഞപ്പം വീണ്ടും ഈ ഭാസ്കരപിള്ളയെ ചോദ്യം ചെയ്തു. അപ്പം പോലീസിന് ഇൻഫർമേഷൻ കിട്ടി, അല്ലെങ്കിൽ ഇൻ്റലിജൻസ് അപ്പം തന്നെ വന്നു. ഇയാളുടെ വീട്ടിൽ KLQ 5951 ഒരു ടാക്സി കാർ കിടപ്പുണ്ട്. അത് സുകുമാരക്കുറുപ്പിൻ്റെ കാറാണ്. അത് ടാക്സി ഓടുന്നതാണ്. അത് ആലപ്പുഴക്കാരൻ പൊന്നപ്പൻ എന്ന് പറഞ്ഞ ഒരാളാണ് ഓടിക്കുന്നത്. ഏതായാലും ഭാസ്കരപിള്ള പറയണത് ഈ സമയത്ത് അന്ന് പകൽ അയാൾ ഉച്ച കഴിഞ്ഞ് ഗുരുവായൂരൊരു ഓട്ടം ഉള്ളതുകൊണ്ട് ആ കാറുമായിട്ട് 59 കാറുമായിട്ട് പൊന്നപ്പൻ ഗുരുവായൂർ പോയിരിക്കുകയാണ്. പക്ഷേ വെളുപ്പിനെ പൊന്നപ്പൻ മടങ്ങി വന്നു. ആ കാറ് പൊന്നപ്പന് ആ വീടിൻ്റെ കോമ്പൗണ്ട് ഇട്ടില്ല, റോഡ് സൈഡ് ഇട്ടിട്ട് അയാൾ വീട്ടിലൊന്നും പറയാതെ ഇപ്പോൾ പോയി. ഏതായാലും ഭാസ്കരപിള്ള വണ്ടി എടുത്ത് ഇടുമായിരിക്കും എന്ന് കരുതി നമുക്ക് അങ്ങനെ ഊഹിക്കാമല്ലോ. ഏതായാലും അയാൾ വീടിൻ്റെ റോഡ് സൈഡിൽ ഇട്ടിട്ട് അയാൾ പൊക്കളഞ്ഞു. എന്തായാലും വെളുപ്പിനെ വന്നു, ഗുരുവായൂർ ഓട്ടം പോയിട്ട് വന്നിരിക്കുന്നു. ഏതായാലും പൊന്നപ്പൻ ആലപ്പുഴക്കാരനാണ്. ആലപ്പുഴയിലാണ് സുകുമാരക്കുറുപ്പിന് 2 വണ്ടിയുണ്ട്, 59 വണ്ടിയും അതുപോലെ 7831 വണ്ടി. 7831 ഒരു പഴയ വണ്ടിയാണ്, പുത്തൻ വണ്ടിയിലാണ് അയാൾ എപ്പോഴും സഞ്ചരിക്കുന്നത്. പക്ഷേ അത് ടാക്സി ഓടാൻ കൊടുത്തിരിക്കുന്നു. അതുകൊണ്ടാണ് ഈ പഴയ വണ്ടി, ഭാസ്കരപിള്ള വണ്ടി, അന്ന് രാത്രി എടുത്തുകൊണ്ട് പോയത് എന്നാണ് ഭാസ്കരപിള്ള പറയുന്നത്. ഏതായാലും ഈ പഴയ വണ്ടി എന്തിനാണ് വാങ്ങിച്ചു ഇട്ടിരിക്കുന്നത് എന്നുള്ള ഒരു സംശയം പോലീസിന് വന്നു. ഏതായാലും പൊതുവെ എന്തോ പന്തികേട് ഈ കേസിനകത്തുണ്ട് എന്ന് ആമുഖമായി എല്ലാവർക്കും സംശയം വന്നു. ഏതായാലും 2 ആഴ്ച ലീവിന് വന്ന സമയത്ത് കുറുപ്പിനെ ഇതുപോലൊരു അപകടം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? അത് പോലീസിൻ്റെ അന്വേഷണത്തിൽ അങ്ങനെ ഒരു സാധ്യതയില്ല, അയാൾക്ക് വൈരാഗ്യങ്ങളില്ല. അപ്പം പോലെ സംശയമായി. ഏതായാലും ഈ ഡെഡ് ബോഡിയുടെ പോസ്റ്റ്മോർട്ടം ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ഡോക്ടർ മാത്രം തന്നെ നടത്തി. അപ്പോൾ തന്നെയാണ് ചില കാര്യങ്ങളിലേക്ക് പോലീസ് മുന്നോട്ട് പോകുന്നത്. കാറിൻ്റെ അകത്ത് പരിശോധന നടത്തി. കാറിനകത്ത് പരിശോധന നടത്തി കഴിഞ്ഞപ്പം അതിനകത്തുനിന്ന് ഒരു ഷർട്ടിൻ്റെ ബട്ടൺസ് കിട്ടി, 3-4 ഹെയർ കിട്ടി. കാരണം അത് ഭാസ്കരപിള്ളയുടെ ആണോ സുകുമാരക്കുറുപ്പിൻ്റെ ആണോ വേറെ വല്ലവരെയാണോ? ഏതായാലും സുകുമാരക്കുറുപ്പ് അതിനകത്ത് ചത്ത് കിടപ്പുണ്ട്, അയാൾ എയറാകാൻ സാധ്യതയുണ്ട്. 3-4 എയർ കിട്ടി. പിന്നെ മുൻവശത്തെ സീറ്റിൻ്റെ അവിടെ എന്തോ ഒലിച്ചിറങ്ങിയിരിക്കുന്നു. അത് ചരണ്ടിയെടുത്ത് ഫോറൻസിക് സലൈവാണ്, വായിന്ന് പോയ സലൈവാണ്. അപ്പം ഇത്ര എവിഡൻസ് വന്നിരിക്കുന്നു. ഹെയർ കിട്ടി, ബട്ടൺസ് കിട്ടിയിരിക്കുന്നു, അതുപോലെ സലൈവ കിട്ടിയിരിക്കുന്നു അതിൻ്റെ അകത്തുനിന്ന്, കത്തിയ കാറിനകത്തുനിന്ന്. എന്തായാലും മുൻവശത്തെ സീറ്റിൻ്റെ അവിടെ ഒലിച്ച് നന്നായിട്ട് വായിന്ന് ഇറങ്ങിയിരിക്കുന്നതിനകത്ത് സലൈവയുടെ പ്രസൻസ് ഉണ്ട്. ആ ഭാഗം കുറച്ച് കത്താതെ പോയി, ബാക്കിയുള്ള മുഴുവൻ കത്തി തീർന്നു. എങ്കിലും വളരെയധികം സംശയം ജനിപ്പിക്കുന്ന എവിഡൻസസ് ആണ് വരുന്നത്. ഏതായാലും ഈ കേസിൻ്റെ അന്വേഷണം MP ബാലകൃഷ്ണൻ്റെ നേതൃത്വത്തിൽ വനിതാ സാർ മുന്നോട്ട് പോയി, ഞാനും കൂടെയുണ്ട്. ഏതായാലും സംശയത്തിൻ്റെ മോന ഏത് കാര്യം അന്വേഷിക്കുമ്പോഴും കൂടിക്കൂടി വരുന്നു എന്ന് മനസ്സിലായി. ഏതായാലും
രണ്ടാം ദിവസത്തെ അന്വേഷണത്തോടു കൂടി സംശയം വളരെ സ്ട്രോങ് ആയി. ഇത് കുറുപ്പാണോ അതോ വേറെ വല്ലൊരു ആണോ എന്നൊക്കെ ഒരു സംശയം ഉടലെടുത്ത് തുടങ്ങി. ഏതായാലും അന്ന് ചെങ്ങന്നൂർ DYSP ഹരിദാസ്, അദ്ദേഹം പിന്നീട് SP ആയിട്ട് റിട്ടയർ ചെയ്തു. അദ്ദേഹം ഇന്ന് കൊല്ലത്ത് ജീവിച്ചിരിപ്പുണ്ട്. അദ്ദേഹം ചെങ്ങന്നൂർ DYSP ആയിരുന്ന സമയത്താണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത് തന്നെ. അദ്ദേഹം അന്നേരം 5:30 മണിക്ക് തന്നെ കൃത്യസ്ഥലത്തെത്തി. അദ്ദേഹത്തിന് ആ പ്രമാദമായ കേസ് ആയതുകൊണ്ട് അന്നേരം തന്നെ DGPയുടെ നിർദ്ദേശമനുസരിച്ച് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൽ, അന്ന് ഞാൻ സർക്കിൾ ഇൻസ്പെക്ടറാണ്, അന്ന് ശ്രീ MP ബാലകൃഷ്ണനും ഞാനും ഒപ്പം ആ സ്ഥലത്ത് പോകുന്നത്. അപ്പോൾ ഹരിദാസ് സാറ് അദ്ദേഹം SP ആയിട്ട് റിട്ടയർ ചെയ്തും അദ്ദേഹത്തിൻ്റെ സ്കില്ല് നല്ല ഇൻവെസ്റ്റിഗേറ്ററാണ്. അദ്ദേഹം കേരളത്തിലെ അറിയപ്പെടുന്ന നല്ലൊരു ഇൻവെസ്റ്റിഗേറ്റർ തന്നെയായിരുന്നു ഹരിദാസ്. അദ്ദേഹം ചെങ്ങന്നൂർ DYSP ആയിരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഈ കേസിൻ്റെ തുടക്കം മുതൽ ഇതൊരു മർഡർ കേസാണോ ഇല്ലയോ എന്ന് സംശയം തുടങ്ങി. ഏതായാലും പിന്നാലെ അദ്ദേഹത്തിനെ സൂപ്പർവൈസ് ചെയ്യാനായിട്ട് MP ബാലകൃഷ്ണൻ പോയി. അതിൻ്റെ പുറകെ അദ്ദേഹത്തിൻ്റെ ഒപ്പം ഞാനും പോയി. ഏതായാലും പിന്നീട് ഈ കേസ് ഞാൻ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൽ അവിടെ DYSP ആയിട്ട് വരുമ്പോഴും അന്നും ഈ കേസിൻ്റെ അന്വേഷണം ഞാൻ പിന്നെ ടേക്ക് ഓവർ ചെയ്തു. അന്ന് ഒന്നും അദ്ദേഹത്തിന് ഈ സുകുമാരക്കുറുപ്പിനെ പറ്റി യാതൊരു വിവരവും പിന്നെ കിട്ടിയിട്ടില്ല. കേസ് സുകുമാരക്കുറുപ്പിൻ്റെ അന്വേഷണത്തിനിടയിൽ അദ്ദേഹത്തിനെ പിടിക്കാനുള്ള ശ്രമം ഇന്ത്യയിലും വിദേശത്തുമൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നു. ഏതായാലും സുകുമാരക്കുറുപ്പിനെ പറ്റി യാതൊരു വിവരവും ഈ സംഭവത്തിന് ശേഷം കിട്ടിയിട്ടില്ല പോലീസിന്. അതേസമയത്ത് പോലീസിന് ധാരാളം ഇൻഫോർമേഷൻ വന്നുകൊണ്ടിരുന്നു. ഫോണിൽ കൂടെ ആയിട്ടും അതുപോലെ അന്നത്തെ ടെലഗ്രാമായിട്ടും ലെറ്ററായിട്ടും മെസ്സേജുകളായിട്ടും അങ്ങനെയൊക്കെ ധാരാളം സംഭവങ്ങൾ, 100 കണക്കിന് വിവരം, 1000കണക്കിന് വിവരങ്ങളാണ് പോലീസിന് ഇങ്ങനെ കിട്ടുക. എല്ലാം 99% ഫോൾസ് ആയിരുന്നു. ചിലതൊക്കെ പോലീസ് വെരിഫൈ ചെയ്തു. ഇന്ത്യയുടെ പല ഭാഗത്തും ആൾക്കാർ പോയി, കേരളത്തിലെ പല ജില്ലകളിലും പോയി. കാരണം പുതിയ പുതിയ ഇൻഫർമേഷൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതൊന്നും നോക്കാനുള്ള സ്ട്രെങ്ത് പോലീസിനില്ല. അതുമാത്രം ഇൻഫർമേഷൻ വരികയാണ്. 2 പേര് തമ്മിൽ വൈരാഗ്യം വന്നു കഴിഞ്ഞാൽ മറ്റവൻ്റെ പേര് അവൻ സുകുമാരക്കുറുപ്പാണെന്ന് പറഞ്ഞ് അവൻ ഒളിച്ചിരിക്കുന്ന സ്ഥലമാണെന്നെല്ലാം പറഞ്ഞ് 100 അവനിപ്പം ഒറീസയിലാണ് ജോലി ചെയ്യുന്നെങ്കിൽ അവിടുത്തെ ഒരു അഡ്രസ്സ് കൊടുക്കും. ഇവൻ്റെ കുടുംബക്കാരാരെങ്കിലും അവിടെ ഉണ്ടെങ്കിൽ അവരെ ദ്രോഹിക്കാനും ഇങ്ങനെയുള്ള വേലകളാണ് മലയാളികൾ കാണിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ സുകുമാരക്കുറുപ്പിനെ കണ്ടെത്താനേ സാധിച്ചില്ല. ആർക്കും സംശയം വെച്ച് 100,000 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തിട്ട് വിട്ടെന്നല്ലാതെ സുകുമാരക്കുറുപ്പിനെ പറ്റി യാതൊരു വിവരവും സംഭവത്തിന് ശേഷം കിട്ടിയിട്ടേ ഇല്ല പോലീസിനുള്ളതാണ് പരമാർത്ഥം. 89 കാലഘട്ടത്തിൽ ഞാൻ വീണ്ടും ആ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൽ അവിടെ ചെല്ലുമ്പം വീണ്ടും സുകുമാരക്കുറുപ്പിൻ്റെ കേസ് എൻ്റെ കയ്യിൽ തന്നെ വന്നു. ആ സുകുമാരക്കുറുപ്പിനെ പറ്റി വീണ്ടും അന്വേഷണം തുടങ്ങി. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കുറേ ഗ്യാപ്പിൽ ഞാൻ ക്രൈംബ്രാഞ്ചിൽ നിന്ന് ലോക്കൽ പോലീസിലോട്ട് പോയി. ആ കാലഘട്ടത്തിൽ അവിടെ വന്ന് കുമിഞ്ഞുകൂടി കിടക്കുന്ന റെക്കോർഡുകൾ, വിവരങ്ങൾ അതങ്ങനെ കിടക്കുകയാണ്. 1000കണക്കിനാണ് കിടക്കുന്നത്. അത് മുഴുവൻ എടുത്ത് സോർട്ട് ചെയ്ത് കളയാവുന്നൊരു തീരുമാനം എടുത്തു. അങ്ങനെ അതിനകത്ത് സോർട്ട് ചെയ്ത് കഴിഞ്ഞപ്പം അതിനകത്ത് നിന്ന് ഒരു ലെറ്റർ അത് കഴിഞ്ഞ് അതൊന്ന് വെരിഫൈ ചെയ്യണമെന്ന് തോന്നി. അത് ചെങ്ങന്നൂരുള്ള ആല സ്വദേശിയായ ഒരു രാധാമണി എന്ന ഒരു നേഴ്സിൻ്റെയാണ്. നമ്മൾ ഒത്തിരി നേഴ്സുമാരും ഒത്തിരി മെയിൽ നേഴ്സുമാരും ഒത്തിരി മലയാളികൾ ഹോസ്പിറ്റൽ രംഗത്ത് വർക്ക് ചെയ്യുന്നവർ ഇവിടെയുണ്ട്, ആശുപത്രിയിലൊന്നും ഇവിടെ വന്നിട്ട് പോയി അവിടെ വന്നിട്ട് പോയി എന്നൊക്കെ ധാരാളം ഇൻഫർമേഷൻ ഉണ്ട്. അതൊക്കെ ഓരോ ഊഹങ്ങൾ വെച്ചും വെറുതെ ഓരോ സംശയം തോന്നിയിട്ടുള്ള അതൊക്കെ വെരിഫൈ ചെയ്ത് പോലീസ് മടുത്ത്. അതുകൊണ്ടാണ് പിന്നീടുള്ള ഇൻഫർമേഷൻസൊക്കെ ഇങ്ങനെ വരുന്നതൊക്കെ അപ്പോൾ തന്നെ അവിടെ ഫയൽ ചെയ്ത് വെച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഫയൽ ചെയ്ത കെട്ടുകണക്കിനുള്ള സാധനങ്ങളിൽ വീണ്ടും ഞാൻ പരിധി നടന്നപ്പോൾ അതിനകത്ത് രാധാമണി ആലായിലുള്ള ചെങ്ങന്നൂർ രാധാമണിയുടെ ഒരു ലെറ്റർ, പതിവ് പോലെ ഒത്തിരി വേറെ ലെറ്ററുണ്ട്. ഈ രാധാമണിയുടെ ലെറ്ററിനൊരു കൗതുകം തോന്നി. അതാണ് യഥാർത്ഥത്തിൽ പോലീസിന് ഇയാളെപ്പറ്റിയുള്ള വിവരം ആദ്യമായി ലഭിക്കുന്നത് രാധാമണിയുടെ ലെറ്ററിൽ നിന്നാണ്. ഏതായാലും അത് വെരിഫൈ ചെയ്യാനായിട്ട് ആദ്യ സൂചന കിട്ടിയപ്പം 1989 നവംബറിൽ ബീഹാറിലെ ധൻബാദ് ജില്ലയിലെ ചാടി എന്ന പട്ടണത്തിൽ നിന്ന് അവിടെ നേഴ്സായി വർക്ക് ചെയ്ത ഒരു ചെങ്ങന്നൂർകാരിയാണ് ആലയിലുള്ള. അവർക്ക് സുകുമാരക്കുറുപ്പിൻ്റെ ചരിത്രങ്ങളെല്ലാം അറിയാം. അപ്പോൾ ഇയാളാണ് അവിടെ വന്ന് ചികിത്സയ്ക്കായിട്ട് വന്നത് എന്നത് ഒരു സംശയം അവർക്ക് തോന്നി. അപ്പോൾ അതിൻ്റെ കാരണം അയാൾ അവിടെ ആ ചാടി പട്ടണത്തിലെ അവിടെ ഇയാൾക്ക് സിവിയറായ ഹാർട്ട് അറ്റാക്ക് മുഖേനയാണ് അവിടെ വന്നത്.
അപ്പോൾ അവിടുത്തെ ഡോക്ടർ നാഗേശ്വര പ്രസാദ് പരിശോധിച്ചിട്ട് പറഞ്ഞു, ഇവിടെ ഈ ഹൃദയത്തെ സംബന്ധിക്കുന്ന അല്ലെങ്കിൽ ചികിത്സിക്കാനായിട്ടുള്ള ട്രീറ്റ്മെൻറ്റിനുള്ള സൗകര്യങ്ങൾ ഈ ആശുപത്രിയിലില്ല. ഞാൻ നിങ്ങൾക്കൊരു ലെറ്റർ തരാം, നിങ്ങൾ ഒരു കാര്യം ചെയ്യ്, ഞാൻ അവിടെ ഒരു നാഗേശ്വര പ്രസാദിൻ്റെ കൂട്ടുകാരൻ മാത്തൂർ എന്ന് പറഞ്ഞ ഡോക്ടർ മാത്തൂറുണ്ട്, അങ്ങേര് ബൊക്കാറോ ആശുപത്രിയിലെ സ്റ്റീൽ പ്ലാന്റ് ഉണ്ട് നമുക്കറിയാം, ബൊക്കാറോ ആശുപത്രിയിലെ ഹാർട്ടിൻ്റെ സ്പെഷ്യലിസ്റ്റാണ്. കാരണം ഇയാൾ സംസാരം കണ്ടപ്പോൾ ഇയാളൊരു മഹാരാഷ്ട്രീയനാണ്, അല്ലെങ്കിൽ ബോംബെക്കാരനാണ്, ഹിന്ദി മാത്രമേ അറിയുകയുള്ളൂ. ഇയാളൊരു സ്വാമിയുടെ വേഷത്തിലാണ്, വളരെ അവശനായിട്ടാണ് കണ്ടത്. അപ്പോൾ സുകുമാരക്കുറുപ്പിൻ്റെ കേസിന് ശേഷം ഏകദേശം 5 വർഷത്തിന് ശേഷമാണ് ഈ സംഭവം. സിവിയർ അറ്റാക്കാണ് അയാൾക്ക്. അതുകൊണ്ട് പുള്ളി പറഞ്ഞു, ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല, നിങ്ങൾ അവിടെ പോവുക, നിങ്ങൾക്കൊരു ഓപ്പറേഷൻ വേണ്ടി വരും, അല്ലെങ്കിൽ നിങ്ങൾ സർവൈവ് ചെയ്യില്ല എന്ന് പറഞ്ഞിട്ടാണ് ഡോക്ടർ മാത്തൂറിൻ്റെ അടുത്ത് ബൊക്കാറോ സ്റ്റീൽ പ്ലാന്റിലേക്ക് പറഞ്ഞു വിടുന്നത്. എന്തായാലും ബൊക്കാറോ സ്റ്റീൽ പ്ലാന്റിൽ സുകുമാരക്കുറുപ്പ് ചെന്നു, ആ പറഞ്ഞ ഡോക്ടർ മാത്തൂറിനെ കണ്ടു. ഏതായാലും അവിടെ ചികിത്സയിലിരുന്നു കുറച്ച് ദിവസം. അപ്പം ഇവിടുത്തെ ഈ ബീഹാറിലെ ധൻബാദ് ജില്ലയിലെ അവിടുത്തെ ആ ഹോസ്പിറ്റലിലെ റെക്കോർഡുകൾ, ഈ അങ്ങനെ കഴിച്ച മരുന്ന്, അങ്ങനെ ഒരു മെഡിക്കൽ ഹിസ്റ്ററിയുടെ എല്ലാം ഇയാളുടെ കയ്യിലുണ്ട്. അതുമായിട്ടാണ് ഡോക്ടർ മാത്തൂറിനെ പോയി കണ്ടത്. ഏതായാലും അവിടെ കുറച്ച് ദിവസം ട്രീറ്റ്മെൻറ്റിൽ കിടന്നു. ആ സമയത്ത് ഇയാളുടെ സംസാരം ഒക്കെ ശ്രദ്ധിച്ച് അവിടെ എല്ലായിടത്തും നമുക്കറിയാമല്ലോ, ലോകത്തിൻ്റെ ഏത് ആശുപത്രി ചെന്നാലും ഒരു മലയാളി നേഴ്സ് ഉണ്ടാവും. അപ്പം ഇന്ത്യയിലെ എല്ലാ ഹോസ്പിറ്റലിലും 10%, 15% അല്ലെങ്കിൽ 20% മലയാളി നേഴ്സുകളാണ് എല്ലാ സംസ്ഥാനത്തുള്ള സ്ഥലത്തും. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ആ രത്നമ്മ എന്നൊരു നേഴ്സുണ്ടായിരുന്നു. ആ രത്നമ്മ ഈ ചെറിയനാട്ടുള്ള നേഴ്സാണ്. ഈ കാര്യങ്ങളെല്ലാം അറിയാം, സുകുമാരക്കുറുപ്പിനെ പേഴ്സണലായിട്ട് അറിയാം, നാട്ടിൽ വരുന്ന ഗൾഫുകാരനാണെന്നൊക്കെ അറിയാം. അവർ ഈ സുകുമാരക്കുറുപ്പ് വളരെ അവശനായി വന്ന് കയറി. അവസാനം അദ്ദേഹത്തിന് ഒട്ടും മുന്നോട്ട് പോകാൻ ഒക്കില്ല. അപ്പം ഓപ്പറേഷൻ്റെ ഒരു ആവശ്യം ഇവർക്ക് മനസ്സിലായി. പക്ഷേ ഇയാൾ ഓപ്പറേഷന് വിധേയനാകുന്നില്ല. ഓപ്പറേഷന് വിധേയനായി കഴിഞ്ഞാൽ മിക്കവാറും ഇയാൾ 10-30 ദിവസം അവിടെ കിടക്കേണ്ടി വരും. ആശ്രിതന്മാരാരുമില്ല, 5 പൈസ കയ്യിലില്ല, സ്വാമിയുടെ വേഷത്തിൽ തന്നെയാണ്, ഹിന്ദിയാണ് സംസാരിക്കുന്നത്. എങ്കിലും ഈ രത്നമ്മയ്ക്ക് ഇത് കുറുപ്പാണോ ഇല്ലയോ എന്നൊരു സംശയം. കാരണം കുറുപ്പിനെ അറിയാം, കുറുപ്പിൻ്റെ ഈ കഴുത്തിൻ്റെ പിന്നിൽ വലിയൊരു മറുകുണ്ട്, അത് കാണാം, ഷർട്ടിട്ടാലും സ്വല്പം കാണാം. അതുകൊണ്ട് ഇവർക്ക് ആ മറുക് കൃത്യമായിട്ടുണ്ട്, ഇത് കുറുപ്പാണ്. രത്നമ്മ അഡ്രസ്സ് നോക്കിയപ്പം ജോഷി എന്ന പേരാണ്. സൺ ഓഫ് സർല ജോഷി, ക്വാർട്ടർ നമ്പർ 38, സൂസൻ ഹോസ്പിറ്റൽ, പൂന, ഇതാണ് അഡ്രസ്സ്. എങ്കിലും രത്നമ്മ ഇയാളുമായിട്ട് സംസാരിക്കുമ്പോൾ ഇയാൾ അധികം സംസാരിക്കാറില്ല. എങ്കിലും പറഞ്ഞതെല്ലാം ഹിന്ദി ആണെങ്കിലും ഒരു മലയാളി ഹിന്ദി പറഞ്ഞാൽ എങ്ങനെയിരിക്കും, ഒരു മദർ ടങ് ഹിന്ദി പറയുന്നതും മലയാളി ഹിന്ദി പഠിച്ചു പറയുന്നതും വളരെ വ്യത്യാസമുണ്ട്. അപ്പോൾ ആ ഒരു മലയാളിയുടെ പോലത്തൊക്കെ തോന്നി. പക്ഷേ ഇയാൾക്ക് വേദന എടുത്തപ്പം ഇയാൾക്ക് ചെസ്റ്റിന് വലിയ വേദന ഉണ്ടായി ചില സന്ദർഭത്തിൽ. അന്നേരം അയ്യോ എന്നൊരു പതുക്കെ വിളിയും കേട്ടു. അതാണ് ഇവർക്ക് കുറുപ്പാണോ ഇല്ലയോ എന്ന് സംശയം തോന്നി. അന്ന് ഈ കുറുപ്പിനെ പറ്റി എപ്പോഴും വാർത്തകൾ വന്നുകൊണ്ടിരുന്നു മലയാളത്തിൽ. അപ്പം കുറുപ്പിൻ്റെ അന്ന് പത്രങ്ങളിലും വന്നുകൊണ്ടിരുന്നു കുറുപ്പിൻ്റെ കഴുത്തിൻ്റെ പിന്നിലൊരു മറുകൊണ്ടെന്ന്. എന്തായാലും ഇവർക്കതറിയാം, ഇവരുടെ ചെറിയനാട്ട സ്കൂളിൽ തന്നെയാണ് കുറുപ്പും പഠിച്ചത്. എന്തായാലും ആ വിവരം വെച്ച് ഇവർ നോക്കിയപ്പോൾ ഇത് കുറുപ്പ് തന്നെയാണെന്ന് മനസ്സിലായി. എന്തായാലും വളരെ അവശനാണ്. അതിനുശേഷം ഇവരെ പോലീസിൽ പറയുന്നത് ശരിയല്ല, അയാളെ ജീവൻ രക്ഷപ്പെടുത്തണം എന്നൊക്കെ വിചാരിച്ചെങ്കിലും അങ്ങനെയാണ് ഇത് കുറുപ്പാണെന്ന് രണ്ടാമത്തെ ആൾ, രാധാമണി എന്ന് പറഞ്ഞ ഒരാൾ ആദ്യം ഒരു ലെറ്റർ അയച്ചപ്പോഴാണ് കേരള പോലീസ് അന്വേഷണത്തിൽ അത് കുറുപ്പ്, ഈ അഡ്രസ്സ് അവിടെ എല്ലായിടത്തും സെയിം അഡ്രസ്സാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം പല ഹോസ്പിറ്റൽ ഇതുപോലെ മെഡിക്കൽ കെയറിന് വേണ്ടിയിട്ട് ICUവിനകത്തൊക്കെ കിടന്ന കാര്യമാണ്. പക്ഷേ 2-3 ദിവസത്തിൽ കൂടുതൽ എങ്ങും ഈ ജോഷി നിൽക്കില്ല. മലയാളികളുടെ സംസാരമോ അല്ലെങ്കിൽ മലയാളിയാണെന്ന് തോന്നുന്ന നഴ്സുമാരൊക്കെ വന്നു കഴിഞ്ഞാൽ ICU നിന്നും ഹോസ്പിറ്റലിൽ നിന്നും ഈ മെഡിക്കൽ ഹിസ്റ്ററി ഷീറ്റ് കൊടുത്തുകൊണ്ട് അപ്രത്യക്ഷമാകുന്നതാണ് കാണുന്നത്. അപ്പം ഈ ഒരു വിവരം കിട്ടിയപ്പം ഈ രാധാമണിയെ അവർ ചോദ്യം ചെയ്തു. നാട്ടിൽ അവർ വന്ന സമയത്ത് പോലീസ് പോയി ചോദ്യം ചെയ്തു. അപ്പം ബൊക്കാറോയിലെ ബീഹാറിലെ ധൻബാദ് ജില്ലയിലെ ചാണ്ടി ഹോസ്പിറ്റലിൽ വന്ന കാര്യവും
അതിനുശേഷം അവിടുന്ന് ബൊക്കാറോ സ്റ്റീൽ പ്ലാന്റ് ആശുപത്രിയിലേക്ക് റെഫർ ചെയ്ത കാര്യം ഒക്കെ പോലീസിന് മനസ്സിലായി. എന്തായാലും അന്ന് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൽ എൻ്റെ ബാച്ച്മേറ്റായ ഗോവിന്ദൻകുട്ടി എന്ന് പറഞ്ഞ DYSP ഉണ്ട്. പിന്നെ അവിടെ രാജഗോപാൽ എന്ന് പറഞ്ഞൊരു SI ഉണ്ട്. അയാൾ നല്ല മിടുക്കനാണ്, ഇന്നും ഇവിടെ തിരുവനന്തപുരത്ത് ജീവിച്ചിരിപ്പുണ്ട്. പിന്നെ മാധവൻ നായർ എന്ന് പറഞ്ഞ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, അയാൾ നല്ല മിടുക്കനായാണ്. ഇവർ 3 പേരെയും നിയോഗിച്ചു ഈ ബീഹാറിലെ ധൻബാദിൽ പോയി അവിടെ മുതൽ ട്രാക്ക് ചെയ്യാനായിട്ട്. ഏതായാലും രാധാമണിയെ ചോദ്യം ചെയ്തതോടുകൂടി അത് കുറുപ്പ് തന്നെയാണ് എന്ന് മനസ്സിലായതുകൊണ്ട് ഏതായാലും ഇവിടുന്ന് ഗോവിന്ദൻകുട്ടിയുടെ നേതൃത്വത്തിൽ രാജഗോപാലും മാധവൻ നായരും നേരെ ധൻബാദിൽ പോയി. അവിടെ പോയി അവിടുത്തെ റെക്കോർഡുകളെല്ലാം പരിശോധിച്ചു. ഏതായാലും ഉള്ള റെക്കോർഡുകളെല്ലാം എടുത്തു. ആ വിവരം കിട്ടി. അപ്പം അവിടുന്ന് വീണ്ടും ബൊക്കാറോ ആശുപത്രിയിൽ പോയെന്ന് പറഞ്ഞപ്പം അവിടുത്തെ OP ടിക്കറ്റ് ഇല്ലാത്ത ഇയാളുടെ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതിനത് ജോഷിയും തന്നെയാണ് കിടക്കുന്നത്. സെയിം പൂനായിലെ അഡ്രസ്സാണ് കൊടുത്തിരിക്കുന്നത്. കാരണം മിലിറ്ററിയിൽ ഇരുന്ന സന്ദർഭത്തിൽ ഈ ഒരു മെഡിക്കൽ കോറിലാണ് സുകുമാരക്കുറുപ്പ് അല്ലെങ്കിൽ ഗോപാലകൃഷ്ണക്കുറുപ്പ്, അന്ന് ഗോപാലകൃഷ്ണക്കുറുപ്പ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് അവിടുത്തെ ഒരു ഡോക്ടർ, പൂനായിലെ മെഡിക്കൽ ക്വാർട്ടേഴ്സിൽ താമസിച്ചുകൊണ്ടിരുന്ന പട്ടാളത്തിലുള്ള ആ ഡോക്ടർ സരള ജോഷി എന്ന് പറയുന്ന ആ പേര് ഇയാൾക്ക് ഓർമ്മയുണ്ട്. അതുകൊണ്ട് അവരുടെ മകൻ എന്നുള്ള രീതിയിലാണ് ജോഷി എന്നുള്ള പേരിൽ ഇയാൾ സ്വീകരിക്കാൻ കാരണം. അപ്പോൾ ഈ ഒരു കേസിനെ സംബന്ധിച്ചിടത്തോളം ഇയാൾ ആളറിയാതെ ഒരിക്കലും മലയാളിയാണെന്ന് ധരിപ്പിക്കാതെ, അതേസമയത്ത് ഇയാൾക്ക് ഈ നാട്ടിൽ പോകാൻ മേല, വീട്ടുകാരെ കാണാൻ മേല, ഇത്രയും വലിയൊരു കേസിനകത്ത് പെട്ടുപോയി. ഇയാൾ വിചാരിച്ച പോലെ കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങിയില്ല. കേരളം മുഴുവൻ അല്ലെങ്കിൽ ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന ഒരു ക്രിമിനലായിട്ട് ഇയാൾ മാറി. ഇയാൾ സന്യാസിയായിട്ട് ജീവിച്ചു. അയാൾ താടിയും മുടിയൊക്കെ നീട്ടി വളർത്തി ഒരു സന്യാസി പോലെ. ഇയാൾ ഭൂരിപക്ഷവും വടക്കേ ഇന്ത്യയിൽ തന്നെ ബംഗാൾ, ബീഹാർ, ഒറീസ, ഈ മധ്യപ്രദേശ്, UPയുടെ ചില ഭാഗം, ഈ ഒരു ഏരിയയിൽ മാത്രം പുണ്യ സ്ഥലങ്ങൾ ധാരാളമുള്ള സ്ഥലങ്ങളാണ് ബീഹാറും UPയിലൊക്കെ. അങ്ങനെയാണ് ഇയാൾ സഞ്ചരിച്ചുകൊണ്ടിരുന്നത്. താടിയും മുടിയും നീട്ടി കാഷായ വസ്ത്രധാരണം ധരിച്ചിട്ട് വളരെ മെലിഞ്ഞ്, പക്ഷേ അവശനാണ്. ഹാർട്ട് അറ്റാക്ക് കൊണ്ട് ഇയാൾ അവശനാണ്. അതുകൊണ്ടാണ് ഇയാൾ ആ ഏരിയയിൽ മാത്രം സെൻട്രലൈസ് ചെയ്ത് നിന്നത്. അതേസമയത്ത് ജില്ലാ ആശുപത്രിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇയാളുടെ കയ്യിൽ 5 പൈസ ഇല്ല. ജില്ലാ ആശുപത്രിയിൽ പോയാൽ അവിടെ ഒരു ഹാർട്ടിൻ്റെ സ്പെഷ്യലിസ്റ്റ് ഉണ്ടാവും. നോർത്ത് ഇന്ത്യയിലൊക്കെ, നമ്മുടെ ഇവിടെയൊക്കെ താലൂക്ക് ആശുപത്രി വരെ ഉണ്ട്. എങ്കിലും അവിടെ ജില്ലാ ആശുപത്രിയിൽ മാത്രമേ ഉള്ളൂ. അത് തന്നെയല്ല, ജില്ലാ ആശുപത്രിയിലാകുമ്പം പാലും മുട്ടയും ഫ്രീ ആയിട്ട് കിട്ടും, ആഹാരങ്ങൾ ഫ്രീ ആയിട്ട് കിട്ടും. ഇയാൾ ഒരു സന്യാസിയായിട്ട് നടക്കുകയാണ്. അത് തന്നെയല്ല, ഒരു ജില്ലാ ആശുപത്രിയിൽ നിന്ന് അടുത്ത ജില്ലാ ആശുപത്രിയിലോട്ട് പോകണമെങ്കിൽ ഇവിടുന്ന് മാറി, അല്ലെങ്കിൽ മലയാളികൾ ആരെങ്കിലും ഉണ്ട് സംശയം തോന്നിയാൽ ഇമ്മീഡിയറ്റായിട്ട് അയാൾ പോവുകയാണ്. പോകുമ്പോൾ ട്രെയിനിൽ പൈസ കൊടുക്കാതെ ട്രെയിനിൽ അങ്ങ് യാത്ര ചെയ്യും. അടുത്ത സ്ഥലവും ഈ ട്രെയിനുമായിട്ട് കണക്ട് ചെയ്യുന്ന ജില്ലാ ആശുപത്രിയിൽ അവിടെ തന്നെയാണ് വീണ്ടും പോകുന്നത്. അത് ഗോവിന്ദൻകുട്ടിയുടെ നേതൃത്വത്തിൽ അവിടെ ഏകദേശം 1 മാസത്തോളം 1.5 മാസത്തോളം അവർ നോർത്ത് ഇന്ത്യയിലെ ഓരോ ജില്ലാ ആശുപത്രിയിൽ പതുക്കെ ട്രാക്ക് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ 10-12 ഹോസ്പിറ്റലിൽ ഇയാൾ 2-3 ദിവസം താമസിച്ചതായിട്ട് പോലീസിന് മനസ്സിലായി. അതിൻ്റെ റെക്കോർഡ് അവിടെ ഉണ്ട്. ജോഷി എന്ന കഥാപാത്രം തന്നെ എല്ലായിടത്തും പോകുന്നത്, അഡ്രസ്സ് കൊടുക്കുന്നത് എല്ലായിടത്തും സെയിം. സിവിയർ അറ്റാക്ക്, ഇയാൾക്ക് ഈ അറ്റാക്ക് വന്നതുകൊണ്ട് അതിൻ്റെ ഡോക്യുമെൻ്റ് മുഴുവൻ എപ്പോഴും കയ്യിലുണ്ട്. ഒരു ആശുപത്രിയിൽ നിന്ന് പറയാതെ അവിടുന്ന് ചാടിപ്പോകുമ്പം, കാരണം അവിടെ ഒരു നേഴ്സിനെ കാണുമോ അല്ലെങ്കിൽ മലയാളികൾ ആരെങ്കിലും ഉണ്ടെന്ന് സംശയം തോന്നിയാൽ അവിടുന്ന് ഇയാളുടെ മെഡിക്കൽ ഹിസ്റ്ററി ഷീറ്റും എടുത്തുകൊണ്ട് മിണ്ടാതെ അവിടുന്ന് രാത്രി കാലങ്ങൾ ഇറങ്ങിപ്പോകുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ 2 ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പം 2ഇടത്തും ജോഷി ചെന്നിട്ടുണ്ട്. അത് കറക്റ്റായിരുന്നു. അതുകൊണ്ട് രാധാമണിയുടെ ഇൻഫർമേഷൻ കറക്റ്റാണ്, അതുപോലെ രക്തമ്മയുടെ ഇൻഫർമേഷൻ കറക്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ചുവട് പിടിച്ച് തന്നെയാണ് പോലീസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സുകുമാരക്കുറുപ്പിൻ്റെ ഏറ്റവും വിശ്വസ്തരായവരാണ് സുകുമാരക്കുറുപ്പിൻ്റെ ഡ്രൈവർ പൊന്നപ്പൻ, സുകുമാരക്കുറുപ്പിൻ്റെ ഭാര്യയുടെ അനിയത്തിയെ കിട്ടിയ ഭാസ്കരപിള്ള, സുകുമാരക്കുറുപ്പിനോടൊപ്പം അബുദാബി ജോലി ചെയ്ത ചാവക്കാട്ടുകാരൻ ഷാഹു. ഇവർ 4 പേരുമാണ് ഈ കേസിലെ മെയിൻ കഥാപാത്രങ്ങൾ. ഏതായാലും ഭാസ്കരപിള്ളയുടെ മൊഴിയിൽ കൊല്ലപ്പെട്ടത് സുകുമാരക്കുറുപ്പ് തന്നെ എന്നാണ് ഉറച്ചു നിൽക്കുന്നത്. പക്ഷേ പോലീസിന് അയാളുടെ കൈമുട്ടിൽ 2ലും അദ്ദേഹത്തിന് പുരിയും കത്തിയത്, ശരീരത്തിലുള്ള പൊള്ളലൊക്കെ വലിയ സംശയത്തിൽ നിൽക്കുകയാണ്. യഥാർത്ഥ കഥകൾ ഇങ്ങോട്ട് വരുന്നില്ല. ഏതായാലും
പത്രങ്ങളിൽ സുകുമാരക്കുറുപ്പാണ് മരിച്ചത് എന്നൊക്കെ വാർത്ത വന്നു. ഈ സമയത്താണ് പൊന്നപ്പനെ സുകുമാരക്കുറുപ്പിൻ്റെ വീട്ടുകാർ തപ്പി അയാളെ ബൈ ചാൻസ് കണ്ടു റോഡിൽ. അയാളെ തടഞ്ഞു നിർത്തി ഇവർ മർദ്ദിച്ചു. നീയൊക്കെ കൂടി അല്ലടാ സുകുമാരക്കുറുപ്പിനെ കൊന്നതെന്നായി. മർദ്ദനത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അയാൾ പറഞ്ഞു, യഥാർത്ഥത്തിൽ നിങ്ങൾ പേടിക്കണ്ട, സുകുമാരക്കുറുപ്പ് മരിച്ചിട്ടില്ല, ഇത് വേറൊരാളെയാണ്. അത് കേട്ടിപ്പം സുകുമാരക്കുറുപ്പിൻ്റെ ബന്ധുക്കളും സുകുമാരക്കുറുപ്പിൻ്റെ അടുപ്പമുള്ള ആൾക്കാരും ഇവനെ മർദ്ദിച്ചത് പ്രശ്നമാവും, അപ്പോൾ അതുകൊണ്ട് ഇവനെ അവർ വിട്ടുകളഞ്ഞു. അപ്പോൾ അത് ഇവനെ ആ വീട്ടിലെ കാറ് കൊണ്ട് ഇട്ട ശേഷം വീട്ടിൽ കൊണ്ട് സുകുമാരക്കുറുപ്പിൻ്റെ വീട്ടിൽ കൊണ്ട് കാർ ഇട്ട ശേഷം ഇവൻ ഫ്രീ ആയിട്ട് ആലപ്പുഴയ്ക്ക് പോയി. പിന്നെ ഇവനെ അവൻ്റെ വീടിനടുത്തുള്ള ചങ്ങനാശ്ശേരി ഭാഗത്തേക്ക് വന്നു. അന്നേരമാണ് നാട്ടുകാർ ഇവനെ തടഞ്ഞു നിർത്തി മർദ്ദിച്ച് അവനെ അവസാനം വിട്ടു. കാരണം നമുക്കൂടെ ചടങ്ങാവോ ഇല്ലയോ എന്ന് നാട്ടുകാർക്ക് സംശയമായി. ഏതായാലും ഇവൻ പറയണത് വേറൊരു കഥയാണ്. ഇപ്പം കുറുപ്പ് മരിച്ചിട്ടേ ഇല്ല, വേറൊരാളാണ് മരിച്ചിരിക്കുന്നതെന്ന്. ഏതായാലും കുറുപ്പ് അവിടുന്ന് ഒളിവിപ്പോയി. പൊന്നപ്പന് യഥാർത്ഥത്തിൽ ചെയ്തത് ഈ സംഭവത്തിന് ശേഷം കുറുപ്പിനെയും അതുപോലെ തന്നെ ഷാഹുവിനെയും കാറ് കത്തിയ ശേഷം അവർ നേരെ എറണാകുളത്തിന് പോയി ഭാസ്കരപിള്ള വീട്ടിലാക്കി. അതിനുശേഷം എറണാകുളത്ത് പോയി. എറണാകുളത്തെ KSRTCയുടെ അടുത്ത് അവർ ചെന്നു. കാറിൽ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഈ 59 കാറിനകത്ത് കൊല്ലപ്പെട്ടയാളുടെ പാൻറ് ഷർട്ടും കിടക്കുന്നു. അപ്പോൾ അത് ഒരു തെളിവായിട്ട് വരും. അതുകൊണ്ട് KSRTCയുടെ അടുത്ത് ചിറ്റൂർ റോഡിൽ പണി തീരാത്ത വലിയൊരു വീടുണ്ട്, വലിയൊരു കെട്ടിടം ഉണ്ടായിരുന്നു. അതിൻ്റെ പിന്നിലിട്ട് അത് കത്തിച്ചു വരും. അതിനുശേഷം ആലുവയ്ക്കടുത്ത് ഒരു ലോഡ്ജിൽ സുകുമാരക്കുറുപ്പ് മുറിയെടുത്തു. അവിടെ സുകുമാരക്കുറുപ്പിനെ അവിടെ ആക്കിയിട്ട് കാറുമായിട്ട് വെളുപ്പിനെ മടങ്ങി പൊന്നപ്പൻ കാറ് സുകുമാരക്കുറുപ്പിൻ്റെ ഭാര്യ വീടിൻ്റെ അവിടെ കൊണ്ട് റോഡിലിട്ടിട്ട് പോയി. ഏതായാലും സുകുമാരക്കുറുപ്പിനെ ആലുവയിലെ ലോഡ്ജിൽ പൊന്നപ്പൻ വിവരങ്ങൾ ഓരോ ഡെവലപ്മെൻ്റ് അറിയിച്ചുകൊണ്ടിരുന്നു. അതിനുശേഷം ആ സമയത്ത് കുറുപ്പ് അവിടെ ലോഡ്ജിലിരുന്ന് പത്രങ്ങളിലെ വാർത്തയും ഇതുമായിട്ടുള്ള ബന്ധപ്പെട്ട വിവരങ്ങൾ അറിയുകയും അതോടൊപ്പം തന്നെ പൊന്നപ്പൻ വിവരങ്ങൾ അപ്പോൾ അറിയിച്ചുകൊണ്ടിരിക്കുകയും ചെയ്തു. ഏതായാലും കുറുപ്പ് മരിച്ചിട്ടില്ല എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ വരുന്നു എന്ന് തോന്നിയപ്പം ഇയാൾ ഏതായാലും അവിടെ നിന്ന് മാറിക്കളയാം എന്ന് കരുതി പൊന്നപ്പൻ വിളിച്ചിട്ട് വരാൻ പറഞ്ഞു. പൊന്നപ്പനും ഇവർ രണ്ടുപേരും സുകുമാരക്കുറുപ്പും നേരെ ചെന്നൈക്ക് പോയി. ചെന്നൈയിൽ അവിടെ ഒരു ലോഡ്ജ് മുറിയെടുത്തു. അവിടെ താമസിച്ചിട്ട് കാര്യങ്ങൾ, നാട്ടിലെ വിവരങ്ങൾ അത്ര, നീ ഒരു കാര്യം ചെയ്യ്, നീ ഒന്നുകൂടെ പോയിട്ട് വാ, വിവരങ്ങൾ അറിയണം നമുക്ക്. അപ്പോൾ അന്നത്തെ പത്രങ്ങളിൽ മലയാള പത്രം നോക്കിക്കഴിഞ്ഞപ്പം ഇത് സുകുമാരക്കുറുപ്പല്ല മരിച്ചതെന്ന് ഉറപ്പിച്ചു പോലീസ്. കാര്യങ്ങൾ അത്ര പന്തിയല്ലെന്ന് പറഞ്ഞപ്പം ഇനി ഇവിടെ നിൽക്കുന്നത് ശരിയല്ല എന്ന് സുകുമാരക്കുറുപ്പിനും പൊന്നപ്പനും തോന്നി. രണ്ടുപേരും ചെന്നൈയിൽ നിന്ന് നേരെ മധ്യപ്രദേശത്തിൽ സുകുമാരക്കുറുപ്പിൻ്റെ ഒരു ബന്ധുവിൻ്റെ വീട്ടിലെത്തി, ഭോപ്പാലിൽ. അവിടെ 2 ദിവസം താമസിച്ചു. അവിടുന്ന് നേരെ അവർ ബന്ധു എന്തിനാണ് ഇവിടെ വന്ന് താമസിക്കുന്നതെന്ന് ചോദിച്ച പുള്ളിക്ക് അറിഞ്ഞുകൂടാ, നാട്ടിലെ സംഭവമൊന്നും ബന്ധുക്കൾ അറിഞ്ഞില്ല. അവിടെ നിന്ന് നേരെ കൽക്കട്ടയിലെത്തി. കൽക്കട്ടയിൽ നിന്ന് നേരെ അവർ നേപ്പാളിലെത്തി. നേപ്പാളിൽ അതിർത്തി കിടന്നിട്ട് ഭൂട്ടാൻ പോകണമെന്നായിരുന്നു. എന്തായാലും നേപ്പാൾ അതിർത്തി കിടക്കുമ്പം പേര് വേണം. അപ്പം പ്രേംകുമാർ എന്ന പേരിലാണ് സ്വീകരിച്ചത്. ഏതായാലും നേപ്പാളിലെത്തി, അവിടെ താമസിച്ചു. കയ്യിരിക്കുന്ന കാശുകളൊക്കെ തീരാറായി. അതിനുശേഷം തിരികെ പണം തീരാറായപ്പോൾ രണ്ടുപേരും മടങ്ങി ചെന്നൈയിൽ വന്നു.
ചെന്നൈ വന്നൊരു മുറി മാറി നേരത്തെ എടുത്ത ലോഡ്ജിൽ നിന്ന് വേറൊരു സൗകര്യപ്രദമായ ഒരു മുറി കണ്ടെത്തി അവിടെ രണ്ടുപേരും 2 ദിവസം താമസിച്ചു. അതിനുശേഷം കുറുപ്പ് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ്, നീ നാട്ടിലൊന്ന് പോയിട്ട് വാ, നമുക്ക് ജാമ്യം എടുക്കാൻ എന്തെങ്കിലും വകുപ്പുണ്ടോ, വല്ല വക്കീലിനെ കാണണമെങ്കിൽ കാണ്, ഇനി ജാമ്യത്തിന് വല്ല വകുപ്പുണ്ടോ, ജാമ്യം കിട്ടുമോ, കാര്യങ്ങൾ എങ്ങനെയാണ്. ഇന്നത്തെ പോലെ TV സൗകര്യങ്ങളൊന്നും ഇല്ലല്ലോ അന്ന്. എന്തായാലും പൊന്നപ്പൻ ഇയാളെ അവിടെ മുറിയിലാക്കിയിട്ട് നേരെ നാട്ടിൽ പോയി ചില ആൾക്കാരെയൊക്കെ രഹസ്യമായിട്ട് കണ്ടിട്ട് ജാമ്യം കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്, പ്രശ്നം ഗുരുതരമാണ്, കുറുപ്പ് മരിച്ചിട്ടില്ല എന്നുള്ള കാര്യം സത്യമാണെന്ന് കണ്ടെത്തിക്കഴിഞ്ഞു. അപ്പം അന്വേഷണങ്ങൾ മാറി മാറി വരുന്നു. ഈ സമയത്ത് ഹരിദാസ് DYSP അദ്ദേഹം ആരാണ് പിന്നെ മരിച്ച്, അപ്പോൾ ആ സമയത്ത് ആരെങ്കിലും മിസ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കി. അദ്ദേഹത്തിൻ്റെ കൂർമ്മബുദ്ധി അങ്ങനെയാണ് വർക്ക് ചെയ്തത്. അപ്പോൾ ആലപ്പുഴയിൽ ഒരു മാൻ മിസ്സിങ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. അത് ഫിലിം റെപ്രസെൻറ്റേറ്റീവ് ചാക്കോ എന്നയാളെ, അയാൾ കരുവാറ്റ തിയേറ്ററിൽ അവിടെ പോയിട്ട് ജോലി കഴിഞ്ഞു. രാത്രിയിൽ അയാൾ വീട്ടിലേക്ക് മടങ്ങി, പക്ഷേ വീട്ടിലെത്തിയിട്ടില്ല. അവർ തിയേറ്ററുകാരായിട്ട് ബന്ധപ്പെട്ടു. അവിടെ എവിടെയെങ്കിലും, അന്നൊരു വെള്ളിയാഴ്ചയാണ്, ശനിയും ഞായറും ചിലപ്പം തിയേറ്ററിൽ സെക്കൻഡ് ഷോ കൂടെ ഉണ്ടെങ്കിൽ ഫിലിം റെപ്രസെൻറ്റേറ്റീവ് അവിടെ നിൽക്കും കളക്ഷൻ്റെ കാര്യത്തിന്. അതുകൊണ്ട് ചില ദിവസങ്ങളിൽ തിങ്കളാഴ്ച അല്ലെങ്കിൽ ഞായറാഴ്ച വെളുപ്പിനെയൊക്കെ എത്തുള്ളൂ. അതുകൊണ്ട് ഭാര്യയ്ക്ക് സംശയം തോന്നിയില്ല, ശനിയും ഞായറും കൂടെ ചിലപ്പം അവിടെ നിന്നിട്ടേ വരുള്ളൂ, ആൾ വന്നില്ല. അതുകൊണ്ട് ശനിയും ഞായറായി കഴിഞ്ഞപ്പോഴാണ് ശനിയും ഞായറും കഴിഞ്ഞ് തിങ്കളാഴ്ച ആളെ കാണാത്തപ്പോഴാണ് കരുവാറ്റയിലെ തിയേറ്ററിൽ വിളിച്ച് ചോദിച്ചത്. അപ്പം ചാക്കോ അന്ന് തന്നെ പോയി, ശനിയും ഞായറും ഇവിടെ സെക്കൻഡ് ഷോ ഇല്ലായിരുന്നു, ചാക്കോ അവിടെ വിട്ടുപോയി, അന്ന് തന്നെ വീട്ടിലോട്ടാണ് വന്നത്. ഭാര്യ അന്ന് ശാന്തമ്മ പ്രഗ്നൻ്റാണ്, അഡ്വാൻസ്ഡ് പ്രഗ്നൻസിയിലാണ് ആ കുട്ടി. അതുകൊണ്ട് ഏതായാലും ഇതുപോലെയുള്ള സന്ദർഭത്തിൽ 2 ദിവസം കഴിഞ്ഞൊക്കെ വരുള്ളൂ. ഏതായാലും വന്നില്ല, അവർക്ക് വെപ്രാളമായി. വീട്ടിൽ അന്ന് രാത്രി തന്നെ വരും എന്ന് പറഞ്ഞിട്ടാണ്, ശാന്തമ്മയോട് പറഞ്ഞിട്ടാണ് ചാക്കോ പോയത്. എന്തായാലും കാര്യം അത്ര പന്തിയല്ലെന്ന് പോലീസ് റിപ്പോർട്ട് ചെയ്തു. 3 ദിവസം കഴിഞ്ഞപ്പം തിങ്കളാഴ്ച പോലീസ് മാൻ മിസ്സിങ്ങിന് കേസ് രജിസ്റ്റർ ചെയ്തു ആലപ്പുഴയിൽ. അപ്പം ചുറ്റുവട്ടത്തുള്ളവരെ പലരെയും കാണാതെ പോയിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ പല പോലീസ് സ്റ്റേഷനും കളക്ട് ചെയ്ത കൂട്ടത്തിൽ ചാക്കോ എന്ന ഫിലിം റെപ്രസെൻറ്റേറ്റീവ് പർട്ടിക്കുലർ ഡേയിൽ തന്നെ കാണാതെ പോയി. സംഭവം കത്തിക്കരിഞ്ഞ ദിവസം രാത്രി മുതൽ അയാൾ കാണാനില്ല എന്ന് മനസ്സിലായപ്പം ഇത് ചാക്കോ ആകാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് വിവരങ്ങൾ ഭാര്യയായിട്ട് കൂടുതൽ DYSP ഹരിദാസ് പങ്കുവച്ചു. ഇതിനടുത്ത് തന്നെയാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. ഏതായാലും ചാക്കോ ആകാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് കണ്ടെത്തി. വിവരം അത് MP ബാലകൃഷ്ണൻ സാറിനെ അറിയിച്ചു. ഞങ്ങളുമൊക്കെ ആ വിവരങ്ങൾ അപ്പോൾ പറഞ്ഞു. ഏതായാലും ചാക്കോ ആകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഏതായാലും പൊന്നപ്പനെ എത്രയും പെട്ടെന്ന് കസ്റ്റഡി എടുത്തേ പറ്റൂ. ഭാസ്കരപിള്ള കസ്റ്റഡിയിലുണ്ട്. ചാക്കോ ആണ് മരിച്ചതെന്ന് അയാൾ പറയുന്നില്ല, സുകുമാരക്കുറുപ്പാണെന്ന് പറഞ്ഞാൽ ആ സ്റ്റാൻഡിൽ നിൽക്കുകയാണ്. ഏതായാലും പൊന്നപ്പൻ വന്നെങ്കിൽ ഇനി പൊന്നപ്പനെ കിട്ടിയെങ്കിലേ പ്രയോജനമുള്ളൂ. ഏതായാലും പൊന്നപ്പൻ നാട്ടിൽ വന്ന് ജാമ്യം എടുക്കാൻ ബുദ്ധിമുട്ടാണ് എന്നുള്ള വിവരങ്ങളൊക്കെ അറിയിക്കാൻ ചെന്നൈയിൽ സുകുമാരക്കുറുപ്പ് താമസിക്കുന്ന ലോഡ്ജിൽ ചെന്നപ്പം മുറി പൂട്ടിയിരിക്കുന്നു. കുറുപ്പ് എങ്ങനെയോ വിവരങ്ങളൊക്കെ അറിഞ്ഞിരിക്കുന്നു. അവിടുന്ന് പോയിട്ട് കുറച്ച് ദിവസങ്ങളായി എന്നാണ് പറയുന്നത്. ഇയാൾ ആകെ വിഷമിച്ചു, പേടിച്ചു. സംഗതി പാളി. പോലീസ് തന്നെ അറസ്റ്റ് ചെയ്യുമെന്നറിയാം. അയാൾ രഹസ്യമായിട്ട് ആലപ്പുഴയിൽ വന്നു. അവിടുന്ന് ബസ്സിൽ കയറിയില്ല, ബോട്ടിൽ കയറി ചങ്ങനാശ്ശേരി ബോട്ട് ജെട്ടിയിൽ ഇറങ്ങി. അവിടെ ബോട്ട് ജെട്ടിനടുത്ത് ഒരു ചെറിയ ചായക്കട ഇരുന്ന് ചായ കുടിച്ചപ്പം ആ ചായക്കടയിൽ സപ്ലൈ ചെയ്തുകൊണ്ടിരുന്ന പയ്യൻ അടുത്തുള്ളവരുടെ രഹസ്യമായിട്ട് നിന്ന് പോലീസ് പറയണത് സുകുമാരക്കുറുപ്പിനെ കൊന്ന പൊന്നപ്പൻ എന്ന് പറയുന്ന ആൾ ഇതാണ് എന്ന് പറഞ്ഞു. അവിടെ വെച്ച് പൊന്നപ്പനെ പിടിച്ചു. നാട്ടുകാരെല്ലാം കൂടെ കൂടി എന്തായാലും പൊന്നപ്പനെ പോലീസിൽ ഏൽപ്പിച്ചു. പൊന്നപ്പനെ ചോദ്യം ചെയ്യും പോലീസ്. അപ്പോഴാണ് പൊന്നപ്പൻ പറയണത് മരിച്ചത് സുകുമാരക്കുറുപ്പല്ല, അത് ആരാന്ന് എനിക്കറിയില്ല,
വഴിയിൽ ഒരാളെ പിടിച്ച് കാറിൽ കയറ്റി കൊന്നതാണ് എന്നുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങൾ പൊന്നപ്പൻ പറയുകയാണ്. പൊന്നപ്പൻ അവന് ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കൃത്യമായിട്ട് അവനറിയാവുന്ന വിധം അവൻ പറഞ്ഞു. എന്തായാലും 14/1/1984 ആ സമയത്ത് അബുദാബിയിൽ നിന്ന് സുകുമാരക്കുറുപ്പ്, അയാളുടെ കൂട്ടുകാരനാന്ന് പറഞ്ഞ ഷാഹുൽ, അതുപോലെ ഭാസി, പൊന്നപ്പനും ഈ 84 ജനുവരി 14 സുകുമാരക്കുറുപ്പിൻ്റെ വീട്ടിൽ കൂടി. അവിടെ വെച്ചാണ് അവരുടെ ഗൂഢാലോചന നടക്കുന്നത്. ആ വീട്ടിൽ വെച്ച് അവിടെ എല്ലാവരും സന്ധിച്ചു. ഉച്ചയ്ക്ക് അവിടെ ഊണ് കഴിച്ചു. ഊണ് കഴിച്ച ശേഷം കാര്യങ്ങളെല്ലാം സുകുമാരക്കുറുപ്പ് വിവരിച്ചു. അത് അവരുടെ പല പരിപാടികളും ഒരു ഡെഡ് ബോഡി കിട്ടാനുള്ളത് ഫെയിലിയറായി. ഏതെങ്കിലും ശവക്കോട്ടയിൽ നിന്ന് മാന്തിയെടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ അതും കാര്യമായ പ്രയോജനം ഉണ്ടാവില്ല. ഏതായാലും സുകുമാരക്കുറുപ്പിൻ്റെ 6 അടി പൊക്കമുള്ള ഒരാളെ കണ്ടെത്തി അയാളെ കൊന്ന് ആ കാര്യം നടത്തിയേ പറ്റുള്ളൂ, കാറിനകത്തിട്ട് കത്തിച്ചേ പറ്റുള്ളൂ എന്ന് തീരുമാനമെത്തി. ഷാഹുവിന് സ്വല്പം ഭയമുണ്ടെങ്കിലും പൊതുവായ തീരുമാനം പിടിക്കപ്പെടില്ല എന്നൊരു ബോധ്യമുള്ളതുകൊണ്ട് ആയിരിക്കണം അയാളും സഹകരിക്കാനായിട്ട് വൈമനസ്യത്തോടെയെങ്കിലും സഹകരിക്കുകയാണ്. ഏതായാലും അവർ 4 പേരും ആ വീട്ടിൽ വെച്ച് ചർച്ച ചെയ്തു. രഹസ്യമായിട്ട് കാര്യം നടത്താൻ തന്നെ തീരുമാനമെടുത്തു. ജീവനുള്ള ഒരാളെ, ഉദ്ദേശം 6 അടിയോളം പൊക്കമുള്ള ഒരാളെ കണ്ടെത്തുക, അവനെ തട്ടുക, കാരണത്ത് കത്തിക്കുക, അതിന് മാറ്റമില്ല. എവിടെയാണ് അതിൻ്റെ സ്ഥലം, എങ്ങനെയാണ് അതിൻ്റെ പ്ലാനിങ്? അതുകൊണ്ട് 4 പേരെയും 59 കാറിൽ പൊന്നപ്പനുമായിട്ട് അവർ നേരെ ആലപ്പുഴയ്ക്ക് പോയി. ആലപ്പുഴ വണ്ടാനത്ത് അവിടെ ചെന്ന് ഇയാളുടെ സൗധം, മണിമാളിക പണിതുകൊണ്ടിരിക്കുന്നത് അടുത്ത് ചെന്നു. 4 പേരും കെട്ടിടം കണ്ടു. ഇതൊക്കെ കംപ്ലീറ്റ് ചെയ്യണം, എനിക്ക് പണം വേണം, കുറച്ചധികം പണം വേണം, കിട്ടിയേ പറ്റുള്ളൂ, ഇങ്ങനെ അത് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഏതായാലും ഇത് കംപ്ലീറ്റ് ചെയ്യാൻ തന്നെ തീരുമാനിക്കുകയാണ്. ഇവരെ എല്ലാവരെയും, ആസിയെ മാത്രമല്ല ഷാഹുവിനെയും കൂടെ ഈ വണ്ടാനത്തെ വീട്, പണി തീരാത്ത വീട് കാണിച്ചു. പണത്തിൻ്റെ ആവശ്യകത എന്താണെന്ന് അവനെ ഒന്നുകൂടെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് അതെല്ലാം കാണിച്ചു. അതിനടുത്ത് വണ്ടാനത്തടുത്ത് സുകുമാരക്കുറുപ്പിൻ്റെ ഒരു ബന്ധു മധുവിൻ്റെ വീടുണ്ട്. അവിടെ കൂടിയിട്ട് അവിടെ അന്ന് രാത്രി അവിടെ കിടന്നു. അവിടെ കിടന്നിട്ട് രാത്രി മുഴുവൻ സംസാരിച്ചു. അപ്പോൾ അയാളെടുത്ത് പറഞ്ഞു, അയാളുടെ വീടിനടുത്ത് മെഡിക്കൽ ഷോപ്പാണ്. അയാൾ മെഡിക്കൽ ഷോപ്പായിട്ട് സ്വല്പം ബന്ധങ്ങളൊക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കിയപ്പം സുകുമാരക്കുറുപ്പ് പറഞ്ഞു, അല്പം ഈതർ വാങ്ങിക്കണം. അപ്പോൾ എന്തായാലും കുറച്ച് ഈതർ ആ മധു, അപ്പോൾ എന്തിനാണ് ഈ ഈതർ? അതൊരു ചെറിയ ആവശ്യം, ഒരു പെണ്ണിനെ മയക്കി കിടത്തേണ്ടി വരും എന്നാണ് പറഞ്ഞത്. പെൺവിഷയത്തിൽ താല്പര്യം ഉണ്ടായിരിക്കാം, ആയിക്കോട്ടെ. എന്തായാലും മധുവാണ് ഈതർ വാങ്ങിച്ചു കൊടുത്തത്. ഏതായാലും ആ വഴി നേരെ അവർ കൽപ്പവാടി പോയി. അതിനുശേഷം അവിടുന്ന് വരുന്ന വഴിക്ക് നങ്ങ്യാർകുളങ്ങരയിൽ ഭാസ്കര പിള്ളയെ ഇറക്കി. പൊന്നപ്പനും സുകുമാരക്കുറുപ്പും അതുപോലെ ഷാഹു നേരെ തിരുവനന്തപുരത്തെത്തി. തിരുവനന്തപുരത്ത് ഒരു ഹോട്ടലിൽ മുറിയെടുത്ത് താമസിച്ചു. എന്നിട്ട് അവിടെ നിന്ന് സുകുമാരക്കുറുപ്പ് ഭാര്യ സരസുവിനെ വിളിച്ചു. 2 ആഴ്ച കഴിഞ്ഞ് വരും. എന്തോ കാര്യങ്ങൾ എന്താ പറഞ്ഞതെന്ന് ഇവർക്കറിയില്ല. എന്തായാലും ഭാര്യയായിട്ട് സംസാരിച്ചിരിക്കുന്നു, വിവരങ്ങൾ പറഞ്ഞിരിക്കുന്നു, എന്താണെന്ന് ഇവർക്ക് വ്യക്തതയില്ല. അതിനുശേഷം തിരുവനന്തപുരത്ത് നിന്ന് മുറി വിട്ട് അവിടുന്ന് നേരെ ചെങ്ങന്നൂർ വന്നു. അവിടുന്ന് ട്രെയിനിൽ ആ ഷാഹുവിനെ കയറ്റി അയച്ചു. പൊന്നപ്പനും സുകുമാരക്കുറുപ്പും അവരുടെ വീട്ടിലെത്തി. ഏതായാലും
ഷാഹുവിൻ്റെ അടുത്ത് പറഞ്ഞു, നീ 21-ാം തീയതി തന്നെ കൃത്യം വരണം, ജനുവരി 21, 84. ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷൻ വരണം, ഞങ്ങളവിടെ ഉണ്ടാവും, നിന്നെ അവിടുന്ന് അന്ന് സംഗതി നടത്തിയിരിക്കണം. അതിൻ്റെ ഇടയ്ക്ക് ആലപ്പുഴ പോയിട്ട് വണ്ടാനത്തെ കെട്ടിടം കണ്ടു വരുന്ന വഴിക്ക് അവർ എവിടെയാണ് കരുവാറ്റയിൽ എവിടെയാണ് സംഗതി നടത്തേണ്ട സ്ഥലം കാണിച്ചു കൊടുത്തു. അപ്പം കൊല്ലകടവ് പാലത്തിൻ്റെ പടിഞ്ഞാറ് വശത്തും ആ പാലത്തിൻ്റെ ഇരുവശത്തും വയലാണ്, ധാരാളം വയലുണ്ട്. ഇവിടെയാണ് സംഗതി കത്തിച്ച് തള്ളാൻ പോകുന്നത് എന്ന് സ്ഥലം ഇവർക്ക് 4 പേർക്കും കാണിച്ചു കൊടുത്തു. ആ സ്ഥലം പരിചയപ്പെടുത്തി കൊടുത്തു. ഇത് കോൺസ്പിറസി, മുൻധാരണ, വെൽ പ്ലാനിങ് ഉണ്ടെന്നുള്ള കൃത്യം മനസ്സിലാകുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഈ സംഭവത്തിന് ഒരാഴ്ച മുമ്പേ ഈ സ്ഥലത്ത് വന്നു, എവിടെയാണ് ആളെ ജീവനോടെ പിടിച്ച് കൊന്നിട്ട് കാറിലിട്ട് കത്തിക്കുന്നതെന്നുള്ള സ്ഥലം ആ കൊല്ലകടവ് പാലത്തിൻ്റെ അടുത്തുള്ള ഇരുവശത്തുമുള്ള വയലുകൾ കാണിച്ചു കൊടുത്തു. അവിടെയാണ് കത്തുന്നത്. ഓണാട്ടുകരയിലെ ഈ സ്ഥലമാണ് അവർ തിരഞ്ഞെടുത്തു. അതിന് യാതൊരു സംശയമില്ല. ഏത് ഓപ്പറേഷൻ നമ്മൾ നടത്തിയാലും ഇവിടെ കൊണ്ടുവന്ന് കത്തിക്കാനേ പറ്റുള്ളൂ. എന്തായാലും ആ പ്ലാനും പദ്ധതികളെല്ലാം റെഡിയായി. 21-ാം തീയതി സംഗതി നടത്തിയേ പറ്റൂ. കാരണം ലീവ് കഴിഞ്ഞ് പോകണം, അല്ലെങ്കിൽ ഇയാൾ മരിച്ചെന്ന് സ്ഥാപിച്ചിട്ട് അവർക്ക് വേണ്ട പല കാര്യങ്ങളും ചെയ്യാനുണ്ട്. ഏതായാലും 4 പേരും എടുത്ത തീരുമാനത്തിന് മാറ്റമില്ല, നടപ്പാക്കാൻ തന്നെ തീരുമാനിച്ചു. ഒരു ജീവനുള്ളൊരു മനുഷ്യനെ കൊന്ന് പണം ഉണ്ടാക്കാനുള്ള തീരുമാനത്തിൽ 4 പേരും ഉറച്ചു നിന്നു. അങ്ങനെയാണ് 21-ാം തീയതി ഇവർ പ്ലാൻ അനുസരിച്ച്, നേരത്തെ എല്ലാവരും മുൻകൂട്ടി തയ്യാറാക്കിയ പ്ലാൻ അനുസരിച്ച് 21-ാം തീയതി ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇയാൾ ഷാഹു തൃശ്ശൂരിൽ നിന്ന് വരുന്ന ചെങ്ങന്നൂർ ഇറങ്ങണമെന്നും അവിടെ കാറുണ്ടാവുമെന്നും 59 കാർ അവിടെ ഉണ്ടാവുമെന്നും പാസിയും പൊന്നപ്പനും അവിടെ ഉണ്ടാവുമെന്നായിരുന്നു നേരത്തെ പ്ലാൻ. ഏതായാലും ഇയാൾ അവിടെ ട്രെയിൻ വന്നപ്പോൾ ഇവരെ കണ്ടില്ല. അയാൾ നേരെ ചെങ്ങന്നൂർ പോയി. നവരത്ന എന്നൊരു ഹോട്ടലുണ്ട് അവിടെ താമസിക്കണമെന്നാണ് പറഞ്ഞത്. എൻ്റെ നവരത്നയിൽ ഇയാൾ ചെന്നു. ഷാഹു ചെന്ന് കഴിഞ്ഞപ്പം അവിടെയും കണ്ടില്ല, റെയിൽവേ സ്റ്റേഷനിലും വന്നില്ല. അപ്പം ഭാസ്കര പിള്ളയും കുറുപ്പിനെയും അതുപോലെ പൊന്നപ്പനെയൊക്കെ അങ്ങനെ ആരെങ്കിലും വന്നിരുന്നോ, ഞാൻ ഇന്നടത്തുനിന്ന് വരികയാണ്, ആ ബാബു ആണോ എന്ന് ഹോട്ടലുകാരൻ കൗണ്ടറിൽ നിന്നാൾ ചോദിച്ചു. ആ ബാബു ആണ്. ബാബുവിനെ തപ്പി ഇവിടെ വന്നിരുന്നു 2 പേര്. ഇവിടുന്ന് നേരെ റെയിൽവേ സ്റ്റേഷനിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട് അവരുന്ന്. അപ്പം അവിടെ കാണാത്തതുകൊണ്ട് നേരത്തെ പ്ലാൻ അനുസരിച്ച് നവരത്ന ഹോട്ടലിൽ താമസിക്കാനുള്ള പ്ലാൻ ആയതുകൊണ്ട് ഇയാൾ അവിടുന്ന് നേരെ അവരെ കാണാത്തതുകൊണ്ട് ഹോട്ടലിൽ വന്ന് താമസിച്ചു. എന്തായാലും ഇയാൾ അവരെ വിളിച്ചു കൊണ്ടുവന്നു. അങ്ങനെ മുറിയിലെ പ്ലാനും പദ്ധതി അനുസരിച്ച് താമസിച്ചു. അന്ന് രാത്രിയിലാണ് ഈ പരിപാടി നടക്കാനായിട്ടുള്ള തുടക്കം. അതുകൊണ്ട് ഇവർ പറഞ്ഞതുപോലെ നേരത്തെ പ്ലാൻ അനുസരിച്ച് ഭാസ്കരപിള്ളയും സുകുമാരക്കുറുപ്പും തുടക്കം മുതലേ ഈ ഒരു പരിപാടി നടത്താൻ നേരത്തെ തീരുമാനമെടുത്തിരുന്നു. കാറ് 59 പുതിയ കാറായതുകൊണ്ട് അത് കത്തിക്കാൻ പറ്റില്ല. ഒരു പഴയ കാറ് കത്തിച്ച് കളയാൻ വേണ്ടിയിട്ട് വാങ്ങണം എന്ന് ഭാസ്കരപിള്ളയുടെ അടുത്ത് പറഞ്ഞിരുന്നു. അങ്ങനെയാണ് 7831 അംബാസഡർ കാറ്, ഒരു പഴയ വണ്ടി അയാൾ വാങ്ങിച്ചത്. അപ്പോൾ 2 കാറുണ്ട്. വീട്ടുകാർ ചോദിച്ചു കാർ എന്തിനാന്നൊക്കെ ചോദിച്ചു. അത് മറ്റേത് ടാക്സി ഓടട്ടെ, അങ്ങനെയാണ് പൊന്നപ്പൻ ടാക്സി ഓടിക്കുന്നത്. ഈ കാറ് അത്യാവശ്യം സുകുമാരക്കുറിപ്പ് വരുമ്പോൾ വലിയ വിലയില്ലാത്ത കാറല്ലേ, അത് ഓടിക്കാം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവർ അതിലൊന്നും സംശയം വിചാരിച്ചില്ല. കാരണം ഇത്രയും വലിയൊരു പ്ലാനിങ് ആരുടെയും ജീവിതത്തിൽ അവരാരും ചിന്തിച്ചിട്ടുമില്ല, കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല. അപ്പോൾ അതുകൊണ്ട് കുറിപ്പ് പറഞ്ഞ കാര്യങ്ങൾ അങ്ങ് വിശ്വസിച്ചു. ഏതായാലും പഴയൊരു കാറൂടെ വന്നു. അത് ഭാസ്കരമുള്ള അത്യാവശ്യം ഓടിക്കാൻ തുടങ്ങി. അതുപോലെ ആ വണ്ടി ഈ 59 78 31 ഓപ്പറേഷന് വേണം, കത്തിച്ചൊരു കാറ് കളയണം. ഇതൊക്കെ നേരത്തെ എടുത്ത തീരുമാനത്തിൻ്റെ ഫലമായിട്ടാണ് ഇതെല്ലാം കളക്ട് ഇരുന്നത്. ഏതായാലും 21-ാം തീയതി കൃത്യമായിട്ട് ഷാഹു ചാവക്കാട്ട് നിന്ന് വന്നു. ഇവിടെ വന്ന് നവരത്ന ഹോട്ടലിൽ താമസിച്ചു. സുകുമാരക്കുറുപ്പ് അവിടെ വന്നു. ഏതായാലും പൊന്നപ്പനും അതുപോലെ പാസിയും ഇവരും 9 മണിക്ക്
അവരെല്ലാവരും കൂടെ കൽപ്പകവാടി ഹോട്ടലിൽ രാത്രി സമ്മേളിക്കാമെന്നാണ് പറഞ്ഞത്. അതായത് ഇവിടുന്ന് അവിടെ ചെന്നപ്പോൾ 78-31 കാറുമായിട്ട് സുകുമാരക്കുറുപ്പ് കൽപ്പകവാടിയിലുണ്ട്. ഇവർ 59 കാറിൽ 3 പേരും കൂടെ അവിടെ ചെന്നു. കൽപ്പകവാടിയിൽ ആഹാരം കഴിച്ചു. നന്നായിട്ടൊന്ന് മിന്നി എല്ലാവരും. കാരണം ആവശ്യത്തിനെല്ലാവരും മദ്യം കഴിച്ചു. ഏതായാലും നല്ല ധൈര്യം സംഭരിച്ചു. ഏതായാലും എവനെയെങ്കിലും പിടിക്കാൻ പോവുകയാണ്. നമ്മൾ വേട്ടയ്ക്ക് പോകുന്ന പോലെ ഇറങ്ങുകയാണ് അവർ വേട്ടയ്ക്ക്. അതിന് തയ്യാറായി കൽപ്പകവാടിയിൽ നിന്ന് ഇവർ ഹണ്ടിങ്ങിന് ഇറങ്ങുകയാണ്. 4 പേരും 2 കാറിൽ 59 കാറ് അതിനകത്ത് പൊന്നപ്പൻ ഓടിക്കുന്നു. ആ കാറിലെ ഷാഹുവും അതിനകത്ത് പാസി എന്ന ഭാസ്കര പിള്ളയും. 78-31 പഴയ കാറിൽ സുകുമാരക്കുറുപ്പുമായിട്ട് ഹണ്ടിങ്ങിന് തയ്യാറായി അവിടെ നിന്ന് ആലപ്പുഴ കൽപ്പകവാടിയിൽ നിന്ന് അവർ അങ്ങോട്ട് തോട്ടപ്പള്ളി ഭാഗത്തേക്ക് പോയി. അവർ നേരത്തെ കണ്ട കരുവാറ്റ ആ ഭാഗത്ത് അവിടെ എവിടുന്നെങ്കിലും ഒരാളെ കിട്ടുമോ എന്ന് കരുതിയിട്ടാണ് ആ വശത്തേക്ക് നീങ്ങിയത്. പൊന്നപ്പൻ ഒരു 3-4 ഗ്ലൗസ്, ആനമാർക്ക് തീപ്പെട്ടി, ഒരു തോർത്ത് ഇത്രയും കരുതിയിരുന്നു. ഒരാളെ കൊല്ലാൻ പോവുകയാണ്. എങ്ങനെ കൊല്ലാൻ സൗകര്യം അനുസരിച്ച് വേണം കൊല്ലാൻ. തോർത്തിരിക്കട്ടെ, കഴുത്ത് മുറുക്കാൻ അവസരം കിട്ടുമെങ്കിൽ കഴുത്ത് മുറുക്കാൻ തോർത്ത്, പിന്നെ ഫിംഗർ പ്രിൻ്റ് വരാതിരിക്കാനൊക്കെ ഗ്ലൗസ്, അതുപോലെ തന്നെ തീപ്പെട്ടി, പെട്രോൾ ഒഴിച്ചു. ഏതായാലും കന്നാസിനകത്ത് പെട്രോൾ കരുതി, അതെല്ലാം ഡിക്കിയിൽ വെച്ചു. ഏതായാലും കൽപ്പകവാടിയിൽ നിന്ന് നേരെ അവർ തിരിച്ചു ഓച്ചിറയിൽ വന്നു. രാത്രി 10 മണി കഴിഞ്ഞു. ഓച്ചിറയിലെത്തി. അവിടെ നിന്ന് വീണ്ടും കരുവാറ്റയ്ക്ക് പോയി. അപ്പോൾ ഓച്ചിറയിലെത്തി. അവിടെ ബസ് സ്റ്റോപ്പിലൊക്കെ ഒന്ന് നോക്കി. 3-4 പേരൊക്കെ നിൽക്കുന്നുണ്ട്. ആലപ്പുഴയ്ക്ക് പോവുകയാണ് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അവിടെ നിന്ന് കഴിഞ്ഞപ്പം 3-4 പേര് ആലപ്പുഴയ്ക്കാണ്, പക്ഷേ എല്ലാവരെയും കാറിനകത്ത് കയറ്റാൻ പറ്റില്ല. സുകുമാരക്കുറുപ്പ് ഇവരുടെ പുറകിൽ 78-31 59-59 പൊന്നപ്പൻ, പാസി, ഷാഹുൽ. ഏതായാലും അവർ ബസ് സ്റ്റോപ്പിലൊക്കെ നോക്കി. ആലപ്പുഴയ്ക്ക് വരാൻ തയ്യാറായുള്ളവരൊക്കെ നോക്കിയപ്പം പൊക്കം കുറവ്, 6 അടി ഇല്ല. ചിലർ ഏജ് ശരിയാകുന്നില്ല. അങ്ങനെ 3-4 പേരെ കണ്ടിട്ട് വിട്ടു, വേണ്ട, അവർ ഭാഗ്യവന്മാർ. ഏതായാലും അത് കഴിഞ്ഞ് ഓച്ചിറ കഴിഞ്ഞിട്ട് അവർ കരുവാറ്റയിലെത്തി. അവിടുത്തെ ബസ് സ്റ്റോപ്പിലൊക്കെ നടന്നു. കരുവാറ്റയിലൊക്കെ ആ ഏരിയയിലൊക്കെ കാറ് പതുക്കെ ഓടിച്ചു ഒക്കെ നോക്കി പറ്റിയവരെല്ലാം ഉണ്ടോ. റോഡ് സൈഡിലൊക്കെ നിൽക്കുന്നവരോടൊക്കെ ചോദിക്കും ആലപ്പുഴയ്ക്ക് കൊണ്ടുപോകാം. ഏതായാലും പറ്റിയ ആൾ ഇങ്ങനെ തപ്പി നടക്കുമ്പം ആ കരുവാറ്റയിൽ വെച്ച് അവിടെ തിയേറ്ററിനടുത്ത് ഒരാൾ കൈ കാണിച്ചു. ആലപ്പുഴയ്ക്കാണോ? രാത്രിയായി, വളരെ ലേറ്റായി. ആലപ്പുഴയ്ക്കാണ്. വരുന്നെങ്കിൽ വന്നോ എന്നുള്ള രീതിയിൽ വലിയ അത്യാവശ്യം പറഞ്ഞില്ല അവർ മനഃപൂർവ്വം. കയറിക്കോ, ആലപ്പുഴ വിടാം. അയാൾ കാറിൻ്റെ മുൻസീറ്റിൽ കയറി. പിന്നിൽ പാസിയും ഷാഹുവും ഉണ്ട്. പൊന്നപ്പം വണ്ടി ഓടിക്കുന്നു. അത് ബിലി റെപ്രസെൻറ്റേറ്റീവാണ് ഞാൻ. ചാക്കോ ആണ് പേര്. ഏതായാലും ഭാര്യ തന്നെ ഉള്ളൂ. അവർ വളരെ പ്രഗ്നൻ്റാണ്. അതുകൊണ്ട് രാത്രി തന്നെ വീട്ടിൽ പോകണം എന്ന് പറഞ്ഞു. ഏതായാലും ആളെ കിട്ടിയതോടുകൂടി പാസി എന്ന ഭാസ്കരപിള്ള കുപ്പിയെടുത്തു, ശകലം ബ്രാൻഡി എടുത്ത് കഴിച്ചു, ശകലം ഷാഹുവിനും കൊടുത്തു. ഇയാൾക്ക് ഓഫർ ചെയ്തു, ചാക്കോ കഴിക്കുന്നെങ്കിൽ കഴിക്കുക. ഇല്ല, വേണ്ട, ഞാൻ കുടിക്കാറില്ല, കുടിക്കുന്ന വ്യക്തിയല്ല. എന്തായാലും സ്വല്പം കഴിക്കുക, ഞങ്ങളൊക്കെ കഴിക്കുകയല്ലേ, സ്വല്പം കഴിക്കുക. ഇല്ല, ഞാൻ കുടിക്കത്തില്ല, എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു. പക്ഷെ നിർബന്ധിച്ചു കഴിഞ്ഞപ്പം ഒരു ശകലം വല്ലതും കഴിക്കാമെന്നൊരു മനസ്സ് ചാക്കോ കാണിച്ചു. ഒട്ടും താമസിച്ചില്ല. ആ ബ്രാൻഡിക്കകത്ത് പുറകെ ഇരുന്ന് ഈതർ ചേർത്തു, അയാൾക്ക് കൊടുത്തു, നിർബന്ധിച്ച് കുടിപ്പിച്ചു. ഈതർ കഴിച്ചിട്ട് 5-10 മിനിറ്റ് കഴിഞ്ഞിട്ട് പറഞ്ഞ എഫക്റ്റ് ഉണ്ടാകുന്നില്ല. ആൾ അൺകോൺഷ്യസ് ആകുന്നില്ല. സമയം പോവും, വണ്ടി മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ തോട്ടപ്പള്ളിയിൽ അവിടെ എത്തി. അവിടുന്ന് ഇടത്തോട്ട് തിരിഞ്ഞപ്പം അയാൾ പറഞ്ഞു, ഇല്ല, എന്നെ ഇവിടെ ഇറക്കിക്കോളൂ, നിങ്ങൾ വേറെ വഴിക്കല്ലേ പോകുന്നത്, ഞാൻ ആലപ്പുഴയ്ക്കാണ്,
ഇല്ല, ഞങ്ങൾ ഇങ്ങോട്ട് ഒരാളെ കണ്ടിട്ട് ഉടൻ തന്നെ ആലപ്പുഴയ്ക്ക് വരികയാണ്, അതുകൊണ്ട് നിങ്ങളവിടെ തന്നെ ഇരുന്നോ എന്ന് പറഞ്ഞു. ഏതായാലും എഫക്റ്റ് ഉണ്ടായില്ല. മനസ്സിലായപ്പം ഇവിടുന്ന് പിന്നിൽ നിന്ന് ഈ തോർത്തിടുക തന്നെ തീരുമാനിച്ചു. ഏതായാലും ഫാസി തോർത്തിട്ടു. അയാൾ സ്വല്പം അടിച്ച് ഈതറും കഴിച്ച് അല്പം ഒരു ഹാഫ് കിക്കിലിരിക്കുകയാണ്. കഴുത്ത് തോർത്തിട്ട് പുറകോട്ട് വലിച്ചു, മുറുക്കി. അയാൾ കാലും കൈയിട്ട് അടിക്കാൻ തുടങ്ങി. ഏതായാലും ഷാഹു കൂടെ സഹായിച്ചു, കാര്യം പെട്ടെന്ന് നടക്കണ്ടേ. അയാൾ നിശ്ചലനായി. സംഗതി നടന്നു. ഏതായാലും ഉദ്ദേശിച്ച പോലെ 6 അടി പൊക്കമുള്ള സുകുമാരക്കുറുപ്പിൻ്റെ അതേ പൊക്കമൊക്കെ ഉള്ള ഒരാളെ തന്നെ കിട്ടി. അത് ഏകദേശം പ്രായമൊക്കെ കണക്ക്. വിചാരിച്ച പോലെ കാര്യങ്ങൾ നടന്നു. ഇനി സുകുമാരക്കുറുപ്പ് ഏതായാലും 78-31 വണ്ടിയിൽ വരുന്നുണ്ട് പുറയിൽ. ആ തോട്ടപ്പള്ളി വന്നു കഴിഞ്ഞപ്പം സുകുമാരക്കുറുപ്പ് ഇവരെ ഓവർടേക്ക് ചെയ്ത് 78 മുന്നോട്ട് പോയി. പിന്നെ ഇവരൊന്നും ആലോചിച്ചില്ല, ഇവരും അതിൻ്റെ പിന്നിൽ കൂടെ പോയി. കാരണം ഉദ്ദേശിച്ച സ്ഥലത്ത് വണ്ടി കത്തിക്കേണ്ട സ്ഥലത്തോട്ട് എന്തായാലും ആ റൂട്ടിലുള്ള ഒരാളെ കിട്ടുന്നതാണ് സൗകര്യം എന്ന് കണക്കാക്കിക്കൊണ്ടായിരിക്കണം സുകുമാരക്കുറുപ്പ് 78-31 വണ്ടിയുമായിട്ട് മുന്നോട്ട് പോയത്. ഏതായാലും അതിന് തൊട്ട് പുറകിൽ 59 പോയി. ഏതായാലും അവരുദ്ദേശിച്ച പോലെ ഒരാളെ കിട്ടി, കൊന്നു കളഞ്ഞു. ഏതായാലും ആ വലിയുടെ പിടിയിലും ബഹളത്തിൻ്റെ ഇടയ്ക്ക് അയാളുടെ ഷർട്ടിൽ ഒരു ബട്ടൺസ്, നൈലോൺ ബട്ടൺ വണ്ടിക്കകത്ത് വീണു. അയാൾ കുഴഞ്ഞ് വണ്ടിയുടെ സീറ്റേ വീണപ്പം അയാളുടെ വായിൽ നിന്ന് സലൈവ എല്ലാം കുറേ ഒഴുകി. എന്തായാലും അയാളുടെ കയ്യിലൊരു മോതിരമുണ്ട്, സ്വർണ്ണ മോതിരം, കയ്യിലൊരു വാച്ചുണ്ട്. ഈ ആള് മരിച്ച് ഏതായാലും ആ സീറ്റിൽ തന്നെ കിടക്കുകയാണ്. വണ്ടി സ്വല്പം മുന്നോട്ട് മാറ്റി നിർത്തി. സുകുമാരക്കുറുപ്പിയുടെ വണ്ടി കണ്ടു. അയാൾ അതിൽ നിന്ന് ഇറങ്ങി വന്നു. അയാൾ പിന്നിൽ കൂടെ വരുമ്പോൾ കാര്യം നടന്നെന്ന് അയാൾക്ക് മനസ്സിലായി. അയാൾ ഇറങ്ങി വന്നിട്ട് പൊന്നപ്പൻ്റെ അടുത്ത് എന്തോ സംസാരിച്ചു. അപ്പം അയാൾ പറഞ്ഞു, ഇതിനകത്ത് നമ്മൾ വണ്ടിയിലിട്ട് കത്തിച്ചാൽ ചിലപ്പോൾ ആൾ കൂടി വണ്ടിയിൽ തീ കെടുത്തി ഇയാളെ കണ്ടു കഴിഞ്ഞാൽ കുറുപ്പല്ല, ആളെ ചിലപ്പോൾ മുഖം തിരിച്ചറിയാൻ സാധ്യതയുണ്ട്. അപ്പോഴാണ് അങ്ങനെ ആലോചിച്ചത്. നമുക്ക് ഇയാളെ കൊണ്ട് നമ്മുടെ വീട്ടിലോട്ട് തന്നെ പോകാം. ഇയാളുടെ മുഖം ഡിസ്ഫിഗർ ചെയ്യണം, മുഖം കത്തിക്കണം. അത് വളരെ അത്യാവശ്യമാണ്, അല്ലെങ്കിൽ പിടിവിട്ടു പോകും. ഇത്രയും ചെയ്തു കഴിഞ്ഞു, അപ്പോൾ ഒരു കുറച്ചുകൂടെ ബുദ്ധിപൂർവ്വം കാര്യങ്ങൾ നീക്കാം എന്ന് പറഞ്ഞിട്ട് 59 വണ്ടി നേരെ സുകുമാരക്കുറുപ്പിൻ്റെ ഭാര്യ വീട്ടിലേക്ക് വിട്ടു. സുകുമാരക്കുറുപ്പ് മുന്നേ പോയി. അവിടെ ചെന്നിട്ട് ഇവർ 4 പേരും കൂടെ ചാക്കോയുടെ മൃതദേഹം വണ്ടിയിൽ നിന്ന് എടുത്ത് അയാളുടെ വീടിൻ്റെ ബാത്റൂമിൽ കൊണ്ടുപോയി. വെളിയിലൊരുക്ക് തുറക്കുന്ന ഒരു ബാത്റൂമുണ്ട്, അവിടെ കൊണ്ടിട്ടു. ചൂട്ടുകറ്റ എടുത്തു. അത് അയാൾ കത്തിച്ച് ഇവർ അയാളുടെ മുഖം ഡിസ്ഫിഗർ ചെയ്യും. മുഖം കത്തിച്ചു. ഡെഡ് ബോഡിയാണ്, മരിച്ചയാളാണ്, ചാക്കോയുടെ മുഖം കത്തിക്കും. അതിനു മുമ്പ് അയാളുടെ ഡ്രസ്സെല്ലാം ഊരി സുകുമാരക്കുറുപ്പിൻ്റെ ഷർട്ട് പാൻറ്റും ഒക്കെ ധരിപ്പിച്ചു. വസ്ത്രം മാറണമല്ലോ, കുറുപ്പാണല്ലോ മരിച്ചത്. മുഖം ഡിസ്ഫിഗർ ചെയ്ത് മുഖം പൂർത്തമാക്കി അതിനുശേഷം ഇതൊക്കെ ധരിപ്പിച്ചു. ആ സമയത്ത് കുറുപ്പിൻ്റെ വിരലിലുള്ള മോതിരം അത് കണ്ടാൽ തിരിച്ചറിയും, അത് ഊരി. അതുപോലെ അയാളുടെ വാച്ചൂരി, അയാളുടെ പേഴ്സ്, ഇത് 3 ഷാഹുവിന് കൊടുത്തു, താനെടുത്തോ. അപ്പോൾ അയാൾക്ക് അത് വാങ്ങിച്ച് കൈവച്ചു. അതിനുശേഷം മുഖം കത്തിച്ച ശേഷം ഇവർ രഹസ്യമായിട്ട് അവിടെ കാറിൻ്റെ ഡിക്കി കയറ്റി. അതാണ് ആ ഡിക്കിയിൽ 59 ഒരു പ്രത്യേക മണം. ഇങ്ങാർക്ക് ഈതർ കൊടുത്തിട്ടുണ്ട്, ലിക്കർ കൊടുത്തിട്ടുണ്ട്. ആ വീട്ടിൽ നിന്ന് ഉപയോഗിക്കാത്ത വെളിയിലുള്ള ബാത്റൂമിലിട്ടാണ് ഇയാളുടെ മുഖം കരിച്ചത്. അവിടെ നിന്ന് എടുത്ത് കയറ്റി ഇവിടെ കൊണ്ട് വെച്ചപ്പം ആ ബാത്റൂമിലെ ചില മാറാല ഈ ഡെഡ് ബോഡിയോടൊപ്പം കാറിൻ്റെ ഡിക്കിയിലും കയറി. പോലീസ് അവിടെ ഫോറൻസിക് പരിശോധന നടത്തിയപ്പം ഒരു മാറാല കണ്ടെത്തി, ചില തലമുടികൾ കണ്ടെത്തി, ഇതൊക്കെ ഉണ്ട്. ഏതായാലും അതിനകത്തെടുത്ത് വെച്ചു. അപ്പോൾ ഈതർ ലിക്കറും കഴിച്ച് വയറ്റിൽ കിടക്കുന്ന ആളുടെ മുഖം കരിച്ച്
അതിനകത്ത് വെച്ചു. അവിടെ നേരെ വണ്ടിയായിട്ട് ഇവരും വീണ്ടും ഈ കരുവാറ്റ ഭാഗത്തേക്ക് പോവുകയാണ്. കൊല്ലകടവ് പാലത്തിൻ്റെ അവിടെ വയലിൻ്റെ അങ്ങോട്ട് പോയി. വയലിൻ്റെ അവിടെ ചെന്നിട്ട് ഈ 59 ഡിക്കിയിൽ അതിനകത്തു നിന്നുള്ള ഡെഡ് ബോഡി അവർ 78-31 കയറ്റി. ഇവർ 4 പേരും കൂടെ എടുത്ത് ഈ കാറിൻ്റെ അകത്ത് വെച്ച് കൈ രണ്ടും സ്റ്റിയറിങ്ങിൽ വെച്ചിട്ട് കാറ് ഇയാളെ സീറ്റിൽ ഇരുത്തി. അതിനുശേഷം കാറിൻ്റെ ബോണറ്റിലും കാറിൻ്റെ പുറത്തും കരുതിയിരുന്ന പെട്രോൾ ഒഴിച്ചു. പൊന്നപ്പനും ഫാസിയുമാണ് കത്തിക്കേണ്ടവർ. ഷൗലും സുമാരക്കുറുപ്പും മാറി നിന്നു. അത് ആ വയലിലോട്ട് തള്ളി അങ്ങ് ഇറക്കി ഉന്തി. അതിനുശേഷം ഇവർ തീ എറിഞ്ഞിട്ട് കത്തിയില്ല. അങ്ങോട്ട് താഴോട്ട് ഉരുണ്ട് വയലിലോട്ട് പോകുന്നിടത്ത് ആ ഫാസിയും പെട്ടെന്ന് പൊന്നപ്പനും ഇറങ്ങി. അവർ അവിടുന്ന് ഗ്ലൗസ് കത്തിക്കാൻ നോക്കി. ഗ്ലൗസിലോട്ട് ചേർന്ന് തീപ്പെട്ടി എറിച്ചിട്ട് അങ്ങോട്ട് ഒരു ഗ്ലൗസ് എറിഞ്ഞു. ഏതായാലും കൈ കഴുതിയിരുന്ന ഏതായാലും തീപ്പെട്ടിക്കൊള്ളി ഉരച്ച് എറിഞ്ഞു. തീ ആളിക്കത്തി. ആ സമയത്ത് അവർ പ്രതീക്ഷിക്കാതെ പെട്രോളാണ്, ഡീസലാണ്, അങ്ങനെയല്ല, പെട്രോൾ ആളിക്കത്തും, സ്ഫോടനത്തോടെയൊക്കെ കത്തും പെട്രോൾ. അപ്പോൾ പെട്രോൾ ഇയാളുടെ മുഖത്തോട്ടടിച്ചു. അങ്ങനെയാണ് അയാൾക്കൊരു പൊള്ളലേറ്റത്. അപ്പം ഫാസിക്ക് ചെറിയ പൊള്ളലേറ്റു. ഓടി രക്ഷപ്പെട്ടു. അതുപോലെ പൊന്നപ്പനും രക്ഷപ്പെട്ടു. ആ ഓട്ടത്തിനിടയ്ക്ക് ഫാസിയുടെ 2 ചെരുപ്പ് അവിടെ പോയി. കയ്യിലിരുന്ന തീപ്പെട്ടി പോയി. ഒരു ഗ്ലൗസും അവിടെ പോയി. മറ്റേ ഗ്ലൗസ് കത്തി. ഏതായാലും ചാക്കോ ചൂട് പിടിച്ചു, അല്ലെങ്കിൽ ചൂടേറ്റു, അല്ലെങ്കിൽ തീപ്പൊള്ളലേറ്റ് ഞെരിഞ്ഞമർന്നു. ഇവർ രണ്ടും 78-31 കയറി, അല്ല 59 കാറ് കയറ്റി 4 അവരും അവിടുന്ന് രക്ഷപ്പെട്ടു. അവരവിടുന്ന് ഓടി രക്ഷപ്പെട്ട് വീട്ടിലെത്തി. ആ വഴി നേരെ എറണാകുളത്തിന് പോയി. ഈ കത്തുന്നതാണ് ആ 2 കൊച്ചുങ്ങൾ. അവർ ഉത്സവം കഴിഞ്ഞിട്ട് ഓണാട്ടുകരയിലെ അന്നത്തെ ഉത്സവത്തിൻ്റെ ഇടയ്ക്ക് നിന്ന് കുട്ടികൾ വന്നപ്പോഴാണ് തീ കത്തുന്നത് കാണുന്നത്. കാർ തീ പിടിച്ചതെന്ന് പറഞ്ഞ് അവർ നിലവിളിച്ചതിൻ്റെ സംഭവം അങ്ങനെയാണ് വന്നത്. ഏതായാലും അപ്പോൾ തന്നെ സുമാരക്കുറുപ്പും അതുപോലെ തന്നെ പൊന്നപ്പനും ഷാഹുവും നേരെ എറണാകുളത്ത് പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഇയാളുടെ ഡ്രസ്സ് വണ്ടി കിടക്കുന്ന കണ്ടത്. അത് KSRTC എടുത്തിട്ട് കത്തിച്ചു. അതിനുശേഷം പൊന്നപ്പനും കുറുപ്പും അവിടെ നിന്നു. ഷാഹുവിനെ വണ്ടി കയറ്റി ചാവക്കാട്ടേക്ക് അയച്ചു. എന്നിട്ട് സുമാരക്കുറുപ്പ് മരിച്ചു, ചത്തിരിക്കുന്നു. അതുകൊണ്ട് കുറുപ്പിനെ അവിടെ ആക്കിയിട്ട് പൊന്നപ്പൻ കാറുമായിട്ട് നേരെ വന്ന് സുമാരക്കുറുപ്പിൻ്റെ ഭാര്യ വീടിൻ്റെ റോഡ് സൈഡിൽ വെളുപ്പിന് 5 ആരും കാണണ്ട അവിടെ കൊണ്ട് ഇട്ടിട്ട് അയാൾ പോയി. ഇനിയാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സുമാരക്കുറുപ്പിൻ്റെ കേസിനകത്ത് പൊന്നപ്പനെ പിടിച്ച് ചോദിച്ച് ഈ കഥകളെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പം ഷാഹുവിനെ ചോദ്യം ചെയ്യേണ്ടത് വളരെ അത്യന്തം ആവശ്യമാണ്. ഏതായാലും ഷാഹുവിലേക്ക് ഹരിദാസ് സാറും ഞാനും അതുപോലെ MP ബാലകൃഷ്ണനും കൂടെ ഷാഹുവിനെ കസ്റ്റഡി എടുക്കാനുള്ള നടപടികൾ ആരംഭിച്ചു. ഷാഹുവിനെ കസ്റ്റഡിയിലെടുത്തു. സുമാരക്കുറുപ്പ് അബുദാബിയിലെ ഒരു കമ്പനിയിലാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. ആ കമ്പനിയിൽ തന്നെയാണ് ചാവക്കാട്ടുകാരൻ ഷാഹുലും ജോലി ചെയ്യുന്നത്. ഏതായാലും രണ്ടുപേരും വലിയ സുഹൃത്തുക്കളാണ്. ഒത്തിരി മോഹങ്ങളുണ്ട് രണ്ടുപേർക്കും. വലിയ പണക്കാരാകണം, പണം ഉണ്ടാക്കണം, ഏതു വിധേനയും പണം ഉണ്ടാക്കണം. രണ്ടുപേരും തുല്യ ദുഃഖിതരാണ് ആ കാര്യത്തിൽ. എന്തായാലും ആ കമ്പനിയിൽ പല മലയാളികളുണ്ടെങ്കിലും കുറുപ്പും അതുപോലെ ഷാഹുലും രണ്ടുപേരും വലിയ ആത്മാർത്ഥ സുഹൃത്തുക്കളായി പരസ്പരം എല്ലാം പങ്കുവെക്കും. നാട്ടിലെങ്ങനെ ജീവിക്കണം, എങ്ങനെയെങ്കിലും വീടുണ്ടാക്കണം, വലിയ സൗധം ഉണ്ടാക്കണം, നല്ല പണക്കാരനാകണം, കഷ്ടപ്പെട്ട് പണം ഉണ്ടാക്കണം. ഏതായാലും ഇതൊന്നും പ്രായോഗികമായിട്ട് അവിടെ നടക്കുന്നില്ല. കമ്പനിക്കിപ്പോൾ സാമ്പത്തിക പ്രതിസന്ധിയായി. അതുകൊണ്ട് കമ്പനി പൂട്ടാനുള്ള സാധ്യതയുണ്ട്. കുറേ പണം എങ്ങനെയെങ്കിലും ഉണ്ടാക്കിയേ പറ്റൂ. രണ്ടുപേരും ചിന്തയാണ്. അവിടെ കാൽദിയ പാർക്കുണ്ട് അബുദാബിയിൽ. ആ പാർക്കിലിരുന്നാണ് രണ്ടും കൂടെ ഈ വെള്ളിയാഴ്ച ഇരുന്ന്
അവിടെ ഇരുന്ന് ഇതൊക്കെ പരസ്പരം പങ്കുവെക്കുന്നതുമൊക്കെ. എന്തായാലും ആ സംസാരത്തിൻ്റെ ഇടയ്ക്ക് സുകുമാരക്കുറുപ്പ് ഒരു ചോദ്യം ഷാവുലിൻ്റെ അടുത്ത് ചോദിച്ചു, നീ ആരെയെങ്കിലും കൊന്നിട്ടുണ്ടോ? അവൻ ഞടുങ്ങി. ഞാൻ എന്തിനു കൊല്ലണം? എനിക്കതിൻ്റെ ആവശ്യമില്ലല്ലോ. അല്ല, കൊന്നിട്ടുണ്ടോയെന്ന്. അല്ല, കൊല്ലേണ്ട ആവശ്യം എനിക്കില്ല, അതുകൊണ്ട് ആ പ്രശ്നം ഉദിക്കുന്നില്ല. ആരെങ്കിലും കൊല്ലാൻ നിനക്ക് ഭയമുണ്ടോ? തീർച്ചയായിട്ടും ഭയമുണ്ടല്ലോ. എന്തിനാ കൊല്ലുന്നത് നമ്മളൊരാളെ? കൊല്ലേണ്ട ഒരു ആവശ്യം നമ്മുടെ ജീവിതത്തിലില്ല, അതുകൊണ്ട് നമ്മൾ കഷ്ടപ്പെട്ട് ജീവിച്ചോളാം. അപ്പോൾ കൊല്ലാൻ ഭയമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ എന്തിനാണ് കൊല്ലുന്നത്, അതുകൊണ്ട് ആ പ്രശ്നം ഉദിക്കുന്നില്ലല്ലോ. എന്നാൽ എനിക്കൊരാളെ കൊല്ലേണ്ടി വരും എന്ന് കുറുപ്പ് പറഞ്ഞു. അതെന്തിനാണ് നീ കൊല്ലുന്നത്? കൊല്ലേണ്ട ഒരു കാര്യം നമുക്കില്ലല്ലോ. എന്നാലും അന്നേരം അവനെ ഒരു കാര്യം പറഞ്ഞു. ഒരു കഥ, സംഭവം കഥയാണ്, അബുദാബിയിൽ റിപ്പോർട്ട് ചെയ്ത കഥയാണ്. നീ ഒരു ജർമ്മൻ സായിപ്പിൻ്റെ കഥ കേട്ടിട്ടുണ്ടോ അബുദാബിയിലുണ്ടായത്? ഇല്ല. എന്താണ് കഥ? സായിപ്പ് കുറേയധികം മില്യൺസ് ഓഫ് ഡോളേഴ്സിൻ്റെ പൈസ ഉണ്ടാക്കി. പിന്നെ ഒരു ചെറിയ തെറ്റ് പറ്റിപ്പോയി, അതാണ് പിടിക്കില്ലായിരുന്നു സായിപ്പിനെ. അതെന്താണ് പ്രശ്നം? സായിപ്പ് മില്യൺസ് ഓഫ് ഡോളേഴ്സിന് വേണ്ടി ഇൻഷുറൻസ് രജിസ്റ്റർ ചെയ്തു. സായിപ്പും മാതാമ്മയും കൂടെ അബുദാബിയിൽ വന്നു. അവിടുത്തെ ബീച്ചിലൊക്കെ ഇരുന്ന് അയാൾ സ്കൂബ ഡൈവിംഗ് ഒക്കെ നടത്തും. ആൾക്കാർ ബീച്ചിലിരിക്കുന്നവർക്കെല്ലാം കാണാം ഇയാൾ ഈ സ്കൂബ ഡൈവിങ്ങിൻ്റെ ഡ്രസ്സൊക്കെ ഇട്ട് ഇയാൾ വെള്ളത്തിലോട്ട് ഇറങ്ങുന്നതും 1 മണിക്കൂർ 2 മണിക്കൂർ വെള്ളത്തിനടിയിലൊക്കെ ഇരിക്കുന്നതും. അങ്ങനെ അതാണ് ആ സ്വിമ്മിങ് ഉള്ളവർക്കറിയാം, അല്ലെങ്കിൽ അണ്ടർ വാട്ടർ സ്വിമ്മിങ്ങിന് ഉപയോഗിക്കുന്നതാണ് സ്കൂബ ഡൈവിങ്. അപ്പോൾ ഇതിനകത്ത് ക്ലോസ്ഡും ഉണ്ട് ഓപ്പണും ഉണ്ട് ഈ സ്കൂബ ഡൈവിങ്ങിൻ്റെ മെഷീൻ. കാരണം നമുക്ക് വെള്ളത്തിൽ നമുക്കറിയാം, നമ്മൾ വെള്ളത്തിൽ കൂടെ നീന്തുന്നവരെ കണ്ടിട്ടുണ്ട്, പുറവശത്ത് ഓക്സിജൻ സിലിണ്ടർ ഇട്ടിട്ട്. പക്ഷേ അത് ഓപ്പൺ ആണെങ്കിൽ നമുക്ക് ആവശ്യത്തുള്ള വായു ആ സിലിണ്ടറിനകത്ത് നിന്ന് എടുക്കാം. ഉച്ഛ്വാസവായു വെളിയിലോട്ട് ബബിൾസായിട്ട് വിടും. അത് ഓപ്പണാണ്. ക്ലോസ്ഡ് സിലിണ്ടറുണ്ട് സ്കൂബ ഡൈവിൻ്റെ. ക്ലോസ്ഡ് ആണെങ്കിൽ ഉച്ഛ്വാസവായു വീണ്ടും ഈ സിലിണ്ടറിനകത്ത് കയറി അത് ഫിൽട്ടർ ചെയ്ത് വീണ്ടും ഒരു ഡക്റ്റിൽ കൂടെ നമുക്ക് വരും. അപ്പോൾ 2 മണിക്കൂറോ 3 മണിക്കൂറോ 4 മണിക്കൂറോ വേണമെങ്കിൽ നമുക്ക് വെള്ളത്തിനടിയിൽ ശ്വാസോച്ഛ്വാസം ഇങ്ങനെ ചെയ്ത് നമുക്ക് കഴിയാം. സ്കൂബ ഡൈവിങ് ഇത് 2ാം ലോകമഹായുദ്ധത്തിൽ കണ്ടുപിടിച്ച ഒരു ഇൻസ്ട്രുമെൻ്റാണത്. അത് 2ാം ലോകമഹായുദ്ധ സമയത്ത് സെൽഫ് കണ്ടെയ്ൻഡ് അണ്ടർ വാട്ടർ ബ്രീത്തിങ് അപ്പാരറ്റസിൻ്റെ ചുരുക്കപ്പേരാണ് സ്കൂബ, SUBA. ഇത് 2ാം ലോകമഹായുദ്ധ കാലത്ത് അമേരിക്കയിലെ ഒരു സയൻറ്റിസ്റ്റ് ലൊംബാർട്ട് കണ്ടുപിടിച്ചതാണ്. അപ്പം അതാണ് സ്കൂബ ഡൈവിങ്ങിന് പുറത്തിട്ട് പോകുന്നത്. നമുക്കൊരു സ്പെയർ ആയിട്ടുള്ള ഒരു സിലിണ്ടർ കൂടെ കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ 2 സിലിണ്ടർ ചിലർ ഇടുന്നത് നമുക്കറിയാം. നമ്മളെ ഈ വൈൽഡ് ലൈഫിൻ്റെ മറ്റേ ഇതിലൊക്കെ സയൻസിൻ്റെ ടുഡേയിലൊക്കെ ചാനലിനകത്ത് അണ്ടർ വാട്ടർ സ്വിമ്മിങ് കാണിക്കുന്നുണ്ട്. സിലിണ്ടർ ഒരെണ്ണം ഇട്ട് പോകുന്നവരുണ്ട്, 2 പുറവശത്തിട്ടവർ പോയതൊക്കെ നമ്മൾ കാണാം. അപ്പോൾ അങ്ങനെ ജർമ്മനിലെ മാതാമൻ സാഹിബ് അബുദാബി വന്ന് താമസിച്ചിട്ട് ഇയാൾ മിക്കവാറും ദിവസം സ്കൂബ ഡൈവിങ് നടത്തും. എല്ലാവർക്കും ഇയാളെ അറിയാം, ജർമ്മൻ സാഹിബിനെ അറിയാം. അങ്ങനെ സ്കൂബ ഡൈവിങ് നടത്തി ഭാര്യ സന്തോഷിച്ചിരുന്ന സമയത്ത് ഇയാൾ വെള്ളത്തിനടിയിൽ പോയിട്ട് പിന്നെ പൊങ്ങി വന്നില്ല, പിന്നെ കണ്ടേയില്ല. ഏതായാലും ഭാര്യയ്ക്ക് മില്യൺസ് ഓഫ് ഡോളേഴ്സ് അതിൻ്റെ കോമ്പൻസേഷൻ. ഇയാൾ മരിച്ചു, ചത്തു, ഇയാളെ കണ്ടിട്ടില്ല, ഇൻസ്ട്രുമെൻറ്റും കണ്ടില്ല. മുങ്ങുമ്പഴത്തിൽ പലരും വന്ന് തപ്പി നോക്കിയിട്ട് കണ്ടിട്ടേയില്ല. അബുദാബി നടന്ന സംഭവമാണ്. ഇത് എവിടെയെങ്കിലും പത്രങ്ങളിലൊക്കെ വന്നു. ഏതായാലും വർഷങ്ങൾക്ക് ശേഷം ഈ കമ്പനിക്കാർക്ക് അതുപോലെ ഹെവി ലോസ് വന്നിരിക്കുന്നു. അവരുടെ സ്പൈയെ അവരുടെ പ്രൈവറ്റ് ഇൻവെസ്റ്റിഗേഷനൊക്കെ നടത്തി സൗത്ത് ഏഷ്യൻ കൺട്രിയിലെ ഒരു സ്ഥലത്ത് വെച്ചിട്ട് ഇയാളെ കണ്ടെത്തി. ഈ സ്കൂബ ഡൈവിങ് ചെയ്ത് മരിച്ചയാളെ കണ്ടെത്തി. വലിയ പ്രശ്നം. അത് അങ്ങനെയാണ് കമ്പനിയെ പറ്റിച്ച് പൈസ വാങ്ങിച്ചാണെന്ന ആമുഖമാലെ അവർക്കറിയാം, അങ്ങനെ ഒരു ധാരണയുണ്ട്. പക്ഷേ എത്രയോ വർഷത്തിന് ശേഷം ഇയാളെ കണ്ടെത്തി. അവിടെ പാളിപ്പോയി. അപ്പോൾ കുറിപ്പ് പറഞ്ഞ് ഇങ്ങനൊരു സംഭവമുണ്ട്, അത് മണ്ടനായതുകൊണ്ടാണ്, അല്ലെങ്കിൽ അതങ്ങനെയൊന്നും ആയിരുന്നില്ല കൈകാര്യം ചെയ്യേണ്ടത്. കാര്യങ്ങൾ ഏതായാലും സക്സസ്ഫുള്ളായിട്ട് വിജയിച്ചല്ലോ. പക്ഷേ പിന്നീട് അയാൾ 5-6 വർഷം കഴിഞ്ഞപ്പം അയാൾ തോന്നിവാസം നടന്ന് അപ്പം കമ്പനിക്കാരതിൻ്റെ പുറകെ പോയി ഇയാളെ കണ്ടെത്തി, ജീവനോടെ പിടിച്ചു. മരിച്ച മനുഷ്യനെ തിരിച്ചു കിട്ടി. അപ്പോൾ അതുപോലെയൊന്നും നമുക്ക് പറ്റില്ല. അതുകൊണ്ട് ഇയാൾ അവൻ്റെ അടുത്ത് പറഞ്ഞു, നമ്മളൊരു ഓപ്പറേഷൻ നടത്താൻ പോവാണോ,
ഞാൻ ഏതാണ്ട് 38-40 ലക്ഷം രൂപയ്ക്ക് ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞ് കമ്പനി ലോസിൽ പോവുകയാണ്, കമ്പനി നമ്മളെ പിരിച്ചുവിടും. അതുകൊണ്ട് ഞാൻ സ്വയം മരിക്കാൻ തന്നെ തീരുമാനിച്ചു, നീ അതിനെ സഹായിക്കണം, നിനക്കൊരു വീതം കൂടെ തരാം. ഏതായാലും കുറച്ച് ദിവസത്തെ ആലോചനത്തിൻ്റെ ഇടയ്ക്ക് ഇവന് അതിനകത്തൊന്നും ചാടാനായിട്ട് ഇവൻ്റെ മനസ്സ് വന്നില്ലെങ്കിലും ഇയാളുമായിട്ട് സംസാരിച്ച ശേഷം അവനോട് അതിന് തയ്യാറായി. അങ്ങനെ നാട്ടിലേക്ക് പോകാം. ഏതായാലും ഇവിടെ ഭാസ്കര പിള്ളയുമായിട്ട് കാർ അഡീഷണൽ വാങ്ങിച്ചിട്ടു. പൊന്നപ്പനും ഭാസ്കര പിള്ളയും ഇയാളുമൊക്കെ ആലോചന നടത്തി. ഒരാളെ അവർ ഡെഡ് ബോഡി നോക്കി കിട്ടിയില്ല, ശവക്കോട്ടയെ നോക്കി കിട്ടിയില്ല. അവസാനം ഒരാളെ കൊല്ലാൻ തന്നെ തീരുമാനം എടുത്ത ശേഷമാണ് ഷാഹുലിൻ്റെ അടുത്ത് ഈ വിവരം അവതരിപ്പിക്കുന്നത്. ഏതായാലും ഷാഹുലിനോട് സഹായത്തിന് വേണം, 3-4 പേര് വേണം. നാട്ടിലൊന്നും ആരോടും പറയാൻ പറ്റില്ല. ഇവർ മൂന്നും ഒരേ മനസ്സും ഒരേ ചിന്താഗതി. ഏതായാലും അബുദാബിയിൽ തൻ്റെ സ്വന്തം സുഹൃത്തിനെ തന്നെ ഇതിനകത്ത് ട്രാപ്പ് ചെയ്തു സുമാരക്കുറുപ്പ്. അവൻ പറഞ്ഞു, എങ്ങനെയാണ് കമ്പനിയിൽ നിന്ന് ലീവ് കിട്ടുന്നത്? നമുക്ക് ലീവ് കിട്ടാൻ ബുദ്ധിമുട്ടല്ലേ, ആണ്ടിലൊരിക്കലല്ലേ കിട്ടുള്ളൂ, 10-21 ദിവസം. അത് സാരമില്ല, നീ ചാവക്കാട്ടൊരു ലെറ്റർ അയക്കും, അവിടെ അമ്മയ്ക്ക് സുഖമില്ല എന്ന് പറഞ്ഞ് ടെലഗ്രാം ഇങ്ങോട്ട് അയക്കാൻ പറ, നമുക്ക് പോകാം. ഏതായാലും അമ്മയ്ക്ക് സുഖമില്ല എന്ന് പറഞ്ഞ് ടെലഗ്രാം അയച്ചു. ചാവക്കാട്ട് ലെറ്റർ ചെയ്ത് വീട്ടിൽ നിന്നൊരു ടെലഗ്രാം വന്നു. 21 ദിവസത്തെ ലീവ് എടുത്തിട്ടാണ് ജനുവരിയിൽ ഇയാൾ വരുന്നത്. 1984 21 ദിവസത്തിൽ ജനുവരി വരികയാണ്. വന്ന ഉടനെ തന്നെയാണ് 14-ാം തീയതി വന്ന് സ്ഥലമെല്ലാം കാണിച്ചിട്ട് പോയത്. അടുത്ത 21 ലീവ് കഴിയും. അപ്പോൾ അടുത്ത 21-ാം തീയതിക്ക് നടത്തിയേ പറ്റുള്ളൂ. അങ്ങനെയാണ് 21-ാം തീയതി രാത്രിയിൽ ഇത് ഫിറ്റ് ചെയ്തത്. എന്ത് കാരണം വന്നാലും ശരി, ഒരുത്തനെ തപ്പി അയാളെ 6 അടി പൊക്കമുള്ള ഒരുത്തനെ കൊന്ന് അത് കത്തിച്ചേ അടങ്ങും. ഇനി നമുക്ക് സമയമില്ല, സംഗതികളെല്ലാം സക്സസ്ഫുള്ളായിട്ട് നടക്കും, ആ ഒരു പ്രതീക്ഷയിലാണ് ഇത് ചെയ്തത്. അങ്ങനെ ഷാഹുലിനെ ഏതായാലും അങ്ങനെ ഷാഹുൽ ചാവക്കാട്ടുണ്ടായിരുന്നു. സംഗതികളെല്ലാം പാടി ഏതായാലും പോലീസ് ഞങ്ങൾ ചാവക്കാട്ടിൽ നിന്ന് ഷാഹുലിനെ പൊക്കി. ഷാഹുലിനെ കൊണ്ടുവന്ന് ക്വസ്റ്റ്യൻ ചെയ്തു. അപ്പോഴാണ് ഷാഹുൽ ഈ കഥകൾ പറയുന്നത്. അപ്പം ആ അബുദാബി ഇയാളുമായിട്ടുള്ള ബന്ധങ്ങൾ, ഇയാളെ അവർ ട്രാപ്പ് ചെയ്തത്, അങ്ങനെ ഇവർ നാട്ടിൽ വന്നത്, ഷാഹുൽ ഇതിനകത്ത് ഉൾപ്പെട്ടത്, അങ്ങനെ ആണ് ഈ കൊലപാതകത്തിനകത്ത് ഇയാൾ പെട്ടുപോയത്. ഏതായാലും ഷാഹുലിനെ ഈ സംഭവത്തിന് ശേഷം അയാൾ കാര്യങ്ങളെല്ലാം പറഞ്ഞു. പൊന്നപ്പൻ പറഞ്ഞ മിക്കവാറും എല്ലാം അതുപോലെ തന്നെ കറക്റ്റായിരുന്നു. അതിനുശേഷം പൊന്നപ്പനും ഇവർ 3 പേരും കൃത്യം നടത്തിയ ശേഷം എറണാകുളത്ത് പോയി ആ ലോഡ്ജ് മുറിയെടുത്ത് താമസിച്ചിട്ട് ഇയാൾ ചാവക്കാട്ട് പോയി. പൊന്നപ്പൻ തിരിച്ച് നാട്ടിലോട്ട് പോന്നു. ഭാസ്കരപിള്ള ഏതായാലും അവസാന കാലഘട്ടത്തിൽ ഭാസ്കരപിള്ള ഏതായാലും ഇതെല്ലാം സമ്മതിച്ച് അത് കുറിപ്പല്ല എന്നും, പൊന്നപ്പനെയും അതുപോലെ തന്നെ ഷാഹുലിനെയും കണ്ടോടുകൂടി അയാൾ ഡെസ്പറേറ്റായി അയാൾ കുറ്റമെല്ലാം സമ്മതിച്ച് അതുവരെ പിടിച്ചു നിന്ന ഭാസ്കരപിള്ള തുറന്ന് ഇവർ പറഞ്ഞ പോലെയല്ലേ കാര്യങ്ങൾ പറഞ്ഞു. വളരെ എളുപ്പമായി പോലീസിനെ. പക്ഷേ കുറച്ച് ദിവസങ്ങളും കാലങ്ങളും എടുത്തു. കേരളത്തിലെ ഏറ്റവും വലിയ ഒരു കൊലപാതക കേസ് തന്നെയായിരുന്നു ഇത്. കേരളത്തിലെ മലയാളികൾ എന്നും ഓർക്കുന്നതും മലയാളം ഉള്ളിടത്തോളം കാലം നിലനിൽക്കുന്നതും ഞാൻ പറയുന്നത് അതുകൊണ്ടാണ്. ഇന്ത്യയിലെ മുഴുവൻ പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഒരു കേസായിരുന്നു ഇത്. അതുകൊണ്ട് ഇത് പൊതുജനങ്ങൾക്കും മലയാളികൾക്കും മറക്കാൻ പറ്റില്ല. ഈ കേസിനകത്ത് അവസാനം അതിനകത്ത് വേറെ ചില ആൾക്കാരെ കൂടെ പ്രതി ചേർത്തു. ഏതായാലും ഭാസ്കരപിള്ളയും അതുപോലെ തന്നെ പൊന്നപ്പനും ഷാഹുലും നടന്ന സംഭവങ്ങൾ അതേപടി അവർ സമ്മതിച്ചു. ഏതായാലും സുകുമാരക്കുറുപ്പ് ഇതിനകത്ത് രക്ഷപ്പെട്ടു. അവൻ പിന്നെ ആരും കണ്ടിട്ടില്ല. സംഭവത്തിന് ശേഷം എറണാകുളത്ത് വെച്ച് ഡിസപ്പിയർ ചെയ്തു. ആ സുകുമാരക്കുറുപ്പിനെ ആണ് അതേ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ദൊരയിൽ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സഞ്ചാരം പോലീസ് അന്ന് മുതൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് എൻ്റെ പീരീഡിൽ അത് പര്യവസാനിപ്പിച്ചിരുന്നുണ്ട്. പക്ഷേ സുകുമാരക്കുറുപ്പിനെ പിടിക്കാൻ അന്ന് മുതൽ ചില പോലീസിലെ തന്ത്രങ്ങൾ ആ സംഭവ സ്ഥലത്തും അവിടെ പോലീസ് ഒരുക്കിയിരുന്നു. ഈ സംഭവത്തിനിടയ്ക്ക് സുകുമാരക്കുറുപ്പ് മരിച്ച ഉടൻ തന്നെ പൊന്നപ്പനെ ഭാര്യയെ വിവരം അറിയിച്ചിരുന്നു. കാരണം ചാക്കോയല്ല മരിച്ചത്, സുകുമാരക്കുറുപ്പാണ് മരിച്ചതെന്ന് പറഞ്ഞപ്പോൾ അവിടുന്ന് ടെലഗ്രാം ചെയ്തിരുന്നു. അപ്പോൾ ഭർത്താവ് മരിച്ചിട്ടും വന്നില്ല. അതൊരു സംശയമായി. ഭാര്യയുടെ ഇൻവോൾവ്മെൻ്റാണ് അതിന്. ഭാര്യയ്ക്കറിയാം ഇങ്ങനൊരു സംഭവം ഉണ്ടാകുന്നു. ഭർത്താവ് മരിച്ചാൽ തീർച്ചയായിട്ടും ഒരാഴ്ചക്കകം വരണം, വന്നില്ല. പിന്നീട് ആ വീടിൻ്റെ പരിസരത്ത് സുകുമാരക്കുറുപ്പ് എവിടുന്നെങ്കിലും വന്നു ചേരും, ബന്ധപ്പെടും എന്നുള്ള ധാരണയിൽ പോലീസ് അവിടെ
5-6 വർഷം രഹസ്യമായിട്ട് അവിടെ ഉണ്ടായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ഞാൻ ഇപ്പം പറയുന്നില്ല. 6 വർഷം 2 പോലീസുകാർ ആ പരിസരത്തുണ്ടായിരുന്നു. കാമോഫ്ലാഗ് ചെയ്ത് അവർ ഒരു മനുഷ്യനും അറിയാതെ ആ പരിസരത്തുണ്ടായിരുന്നു. ഏതായാലും 6 വർഷത്തിനിടയ്ക്ക് ആൾക്കാർ കുറിപ്പ് വന്നുപോയി എന്നൊക്കെ വാർത്തകൾ വന്നെങ്കിലും പോലീസിന് യഥാർത്ഥത്തിൽ അവിടെ വന്നിട്ടില്ല. 24 മണിക്കൂറും ആ വീട് നിരീക്ഷണത്തിലായിരുന്നു പോലീസിൻ്റെ. ഞങ്ങളൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് അവിടെ നിരീക്ഷണം ഉണ്ടായിരുന്നു. അതിൽ ആ പോലീസുകാർക്ക് ഏതായാലും ആ 2 പേര് എത്രയോ വർഷം അവരവിടെ കിടന്നിരിക്കുന്നു രഹസ്യമായിട്ട്. അഭിമാർക്ക് തീർച്ചയായിട്ടും അവർക്ക് അഭിവാദ്യം നേർക്കാതിരിക്കാൻ പറ്റില്ല എനിക്ക്. കാരണം അതുപോലെ അതുങ്ങൾ കഷ്ടപ്പെട്ടിട്ടുണ്ട് 2 പേരും. കാരണം കുറിപ്പ് വരും അല്ലെങ്കിൽ കുറിപ്പ് വന്നു പോയിക്കൊണ്ടിരിക്കുന്നു രഹസ്യമായിട്ടെന്നുള്ള ആ പൊതുജനങ്ങളുടെയും പത്രക്കാരുടെയൊക്കെ അവരുടെ നാവ് അടച്ചത് ഈ 2 പോലീസുകാരുടെ ബലത്തിലാണ്. ഏതായാലും വന്നില്ല എന്നുള്ളത് തീർച്ചയായിട്ടും പോലീസിന് ബോധ്യപ്പെട്ട കാര്യമാണ്. അതുപോലെ തന്നെ സരസുവിനെയും തങ്കമണി, ഭാസ്കർ പിള്ളയുടെ ഭാര്യ തങ്കമണിയും പ്രതി ചേർത്തു. പൊന്നപ്പനും ഭാസ്കർ പിള്ളയും സുകുമാരക്കുറുപ്പും പ്രതിയാണ്. സുകുമാരക്കുറുപ്പ് അബ്സ്കോണ്ടിങ് ആണ്. അതേസമയത്ത് ഷാഹു മാപ്പ് സാക്ഷിയായി. ഈ കേസിൻ്റെ മുഴുവൻ കാര്യങ്ങളും ഷാഹു മാവേലിക്കര സെഷൻസ് കോടതിയിൽ പറഞ്ഞു. മാവേലിക്കര സെഷൻസ് കോടതിയിൽ ഭാസ്കർ പിള്ളയും പൊന്നപ്പനെയും ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചു. സുകുമാരക്കുറുപ്പ് ഏതായാലും അബ്സ്കോണ്ടിങ് ആണ്. സുകുമാരക്കുറുപ്പിൻ്റെ ഭാര്യ സരസു, ഭാസ്കർ പിള്ള ഭാര്യ തങ്കമണി 2 പേരെയും കോടതി വെറുതെ വിട്ടു. ഷാഹുലിനെ അപ്രൂവറാക്കി. ഷാഹുൽ പിന്നെ ഈ അപ്രൂവായ ശേഷം കേസിൽ നിന്ന് രക്ഷപ്പെട്ട് നാട്ടിൽ പോയ ശേഷം പിന്നീട് മരണമടഞ്ഞെന്നാണ് ഞാൻ കരുതുന്നത്. ഏതായാലും ഈ ഒരു അതിമോഹം കാരണം, പണമുണ്ടാക്കാനുള്ള അതിമോഹം കാരണം ഒരു ജന്മം മുഴുവൻ തൻ്റെ മോഹങ്ങളെല്ലാം നിലനിർത്തിക്കൊണ്ട് ഇത്രയും ഒരു ദാരുണമായ കൃത്യം ചെയ്തപ്പോൾ തൻ്റെ ആലപ്പുഴയിലെ വണ്ടാനത്തെ സൗധം തകർന്നടിച്ചെടുക്കുന്ന കാഴ്ച നമ്മളിപ്പോഴും കാണുകയാണ്. അയാളുടെ കാറ് അന്ന് മാവേലിക്കരെ പിടിച്ചിട്ടിട്ട് പോലീസ് സ്റ്റേഷനിൽ കിടന്ന് അത് തുരുമ്പെടുത്ത് ഇപ്പോൾ ഒന്നുമില്ല, ആ പരുവത്തിലായി. ജീവിതം 14/1/90 റുക്ക് നാരായൺപൂരിൽ അവിടെ ജീവിതം അവസാനിച്ചു എന്നാണ് ഞാൻ കണ്ടെത്തിയത്. അത് ഗോവിന്ദൻകുട്ടി DYSPയും അവരുടെ സ്ക്വാഡുകാരും 14/1/90 ശേഷം ഇയാൾ ജീവിച്ചിട്ടിരുന്നിട്ടില്ല. കാരണം അന്ത്യനിമിഷം 24 മണിക്കൂറിനകം ഉണ്ടാകും എന്നാണ് കരുതിയത്. ഏതായാലും ഒരു ഗൾഫുകാരൻ്റെ അതിമോഹത്തിൻ്റെ കഥയാണ് ഇത് എന്ന് പറയാതിരിക്കാൻ പറ്റില്ല. 5 വർഷം കൊണ്ട് അയാൾ ഈ സംഭവത്തിന് ശേഷം ഇഞ്ചിഞ്ചായിട്ടാണ് മരിക്കുന്നത്. അയാൾ തീച്ചൂളയിൽ ഇങ്ങനെ വെന്തുരുകയായിരുന്നു സുകുമാരക്കുറുപ്പ്. കാരണം കഠിനമായ രോഗം പിടിപെട്ടെങ്കിലും രോഗത്തിൻ്റെ അവസാനം ആ അന്ത്യനിമിഷത്തിലോട്ട് എടുക്കുമ്പോഴും അയാളുടെ മനസ്സോടിക്കൊണ്ടിരുന്നു, ശരീരം ഒപ്പം ഓടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഈ പല ഹോസ്പിറ്റലുകളിൽ നിന്നും അയാൾ ഓടി പോകുന്നതും മലയാളിയായ നഴ്സുമാരെ ആരെയും കണ്ടു കഴിഞ്ഞാൽ ഹൃദ്രോഗിയായ ആ മനുഷ്യൻ ഓടിപ്പോകുന്നതൊക്കെ നമ്മൾ വളരെ സഹതാപത്തോടു കൂടെ തന്നെ കാണാൻ ഒക്കുള്ളൂ. ചെയ്ത പ്രവൃത്തിയുടെ ഫലം തന്നെയാണ്. എന്തായാലും ചാക്കോയുടെ മൃതദേഹം കുറുപ്പിൻ്റെ ആണെന്ന് പറഞ്ഞ് അവരുടെ വീട്ടിൻ്റെ പരിസരത്ത് അവർ ശവം അടക്കിയെങ്കിലും പിന്നീട് ആ മൃതദേഹം ചാക്കോയുടെ അന്ന് തിരിച്ചറിഞ്ഞപ്പം അത് അദ്ദേഹത്തിൻ്റെ പള്ളിയിൽ കൊണ്ട് അടക്കം ചെയ്തു എന്നുള്ള കാര്യം നമ്മൾ ഈ കാര്യത്തിൽ സ്മരിക്കേണ്ടിയിരിക്കുന്നു. വീടിനടുത്ത് 5-6 വർഷം 2-3 പോലീസുകാർ കിടന്ന കാര്യവും നമുക്ക് മറക്കാൻ ഒക്കില്ല. ഏതായാലും സുകുമാരക്കുറുപ്പെന്ന് പറഞ്ഞാൽ ആ പ്രഹേളിയ അല്ലെങ്കിൽ സുകുമാരക്കുറുപ്പെന്ന് പറഞ്ഞാൽ ആ ഘാതകൻ്റെ ചരിത്രം മലയാള ഭാഷയിൽ അല്ലെങ്കിൽ മലയാളം ഉള്ളിടത്തോളം കാലം നിലനിൽക്കുമെന്ന് ഞാൻ പറയുന്നതിൻ്റെ കാരണം ഇതാണ്. എന്തായാലും ചെറിയനാട്ടെ പാറമേൽപ്പടിക്ക് സമീപം ഉണ്ടായിരുന്ന സുകുമാരക്കുറുപ്പിൻ്റെ വീട്, തറവാട് കാണുമ്പം സുകുമാരക്കുറുപ്പിൻ്റെ വീട്ടുപേരൊന്നും ആർക്കും അറിഞ്ഞുകൂടാ. സുകുമാരക്കുറുപ്പിൻ്റെ വീട് എന്നാണ് അദ്ദേഹത്തിൻ്റെ അപ്പൻ ശിവരാമക്കുറുപ്പ്, അതുപോലെ തന്നെ അമ്മ ദേവകി അവരൊക്കെ താമസിച്ച ആ പാറമേൽപ്പടിക്ക് സമീപമുണ്ടായിരുന്ന ആ വീടിന് ഇന്ന് സുകുമാരക്കുറുപ്പിൻ്റെ വീടെന്നാണ്. ഏതായാലും ചാക്കോയുടെ മൃതദേഹം കാണപ്പെട്ട കുന്നം സ്കൂള്, ആ സ്കൂളിനടുത്താണ് ആ മൃതദേഹം വയലിൽ കാണപ്പെട്ടത്. ആ മൃതദേഹം കത്തിക്കരിഞ്ഞ സ്ഥലം ഇന്ന് കാട് പിടിച്ച് വിജനമായിട്ട് കിടക്കുകയാണ്.
എന്തായാലും ഈ ഒരു ചരിത്രം കേരളത്തിൻ്റെ ക്രിമിനൽ ചരിത്രത്തിൻ്റെ ഏറ്റവും നല്ല ഏടുകളിൽ എന്നും തിളങ്ങി നിൽക്കുന്ന ഒരു 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 കൊലപാതകവും ആ കൊലപാതകത്തിൽ പങ്കെടുത്തവരുടെ ദാരുണമായ അന്ത്യങ്ങളുമൊക്കെയാണ് കാണുന്നത് നമ്മൾ. ഏതായാലും പണം മോഹിച്ച് മറ്റൊരു മനുഷ്യനെ കൊല്ലുന്ന അല്ലെങ്കിൽ കൊന്ന് തനിക്ക് മണിമാളിക കെട്ടി താമസിക്കാനുള്ള മോഹം പൊലിഞ്ഞഴിയുന്നത് നമ്മൾ കാണുകയാണ്. ഏതായാലും ഇതുപോലുള്ള ചിന്തകൾ ആരുടെയും മനസ്സിൽ വരാൻ പാടില്ല, ഇതുപോലെയുള്ള കൃത്യങ്ങളിൽ ആരും ഇടപെടാൻ പാടില്ല. അതുകൊണ്ടാണ് ഇത്രയും വിശദമായിട്ട് ഞാൻ ഈ വ്യൂവേഴ്സിനടുത്ത് ഇതെല്ലാം പങ്കുവച്ചത്. ആ ദാരുണമായ അന്ത്യം നമ്മൾ കണ്ടോണം. ധൻബാദ് ആശുപത്രിയിൽ നിന്നും ബൊക്കാറോ സ്റ്റീൽ പ്ലാന്റിൻ്റെ ആശുപത്രിയിൽ നിന്നും മുങ്ങിയ ജോഷിയെ പിന്നീട് DYSP ഗോവിന്ദൻകുട്ടിയും മറ്റവരും ഒരു എൻട്രി കാണുന്നത് ബീഹാറിലെ കിഷൻഗഞ്ച് ആശുപത്രി. അവിടെ 6/12/89 മുതൽ 8/12/89 വരെ അവിടെ കിടന്നു. സിവിയർ അറ്റാക്ക്, സെയിം അഡ്രസ്സ്, ജോഷി എന്നുള്ള പേരിൽ തന്നെ. പക്ഷേ 3 ദിവസം അവിടെ കിടന്നു. 6-ാം തീയതി മുതൽ 8-ാം തീയതി വരെ കിടന്നു. അന്ന് രാത്രിയിൽ അവിടുന്ന് പോയിരിക്കുന്നു. അപ്പം അതുവരെ അവിടെ ഏൽപ്പിച്ചിരുന്ന കെയർ ഷീറ്റ് മുഴുവൻ എടുത്തുകൊണ്ടാണ് പോയി കാണുന്നത്. പിന്നീട് ഈ ജില്ലാ ആശുപത്രി മാത്രം സെൻട്രലൈസ് ചെയ്താണ് 3-4 സ്റ്റേറ്റിൽ ഗോവിന്ദൻകുട്ടിയും സംഘവും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം പിന്നെ അവർ കാണുന്നത് ബീഹാറിലെ പൂർവ്വ ആശുപത്രി എന്ന് പറഞ്ഞ ആ ആശുപത്രിയിൽ എൻട്രി കണ്ടിട്ടുണ്ട്. 11/12/89 മുതൽ 3-4 ദിവസം അവിടെ കിടക്കുന്നു. അപ്പോൾ അത് കഴിഞ്ഞപ്പം അവിടെയും ജോഷി തന്നെയാണ്. പിന്നീട് ബീഹാറിലെ കത്തിനാർ ആശുപത്രി കിടന്നിട്ടുണ്ട്. അതിനകത്ത് അവിടെ ഡിസംബർ മാസം 1989 ഡിസംബറിലാണ് കിടക്കുന്നത്. ഏതൊരു മിഡിലോട് കൂടി അവിടെയും കിടന്നിട്ടുണ്ട് 3-4 ദിവസം. പക്ഷേ അവിടെ നിന്നൊക്കെ 2-3 ദിവസം കഴിഞ്ഞ് മാറി മാറി പോവുകയാണ്. അപ്പം അവിടെയൊക്കെ കൂടുതലും മലയാളി നേഴ്സുമാരുണ്ടെന്നാണ് നമ്മുടെ ഒരു കാര്യം. നമ്മളവിടെ അന്വേഷിച്ചപ്പം മലയാളി നേഴ്സുമാരുണ്ട് താനും. അതുകൊണ്ട് അവിടുന്ന് പിന്നെ കാണുന്നത് 13-ാം തീയതി 1989 ഡിസംബർ 13 മുതൽ 18 വരെ 5 ദിവസം ബംഗാളിലെ കൽക്കട്ടയിലെ അസൻസോൾ ഹോസ്പിറ്റൽ കണ്ടു. അവിടെയും ജോഷിയുണ്ട്. ഇതേ അഡ്രസ്സ്, ഇതേ ആൾ. എല്ലാ സ്ഥലങ്ങളിലും 4-5 ഹോസ്പിറ്റലായി ഇപ്പം കാണുന്നു. അതെല്ലാം ജില്ലാ ആശുപത്രിയാണ്, ട്രെയിൻ കണക്ഷനുള്ള ആശുപത്രിയാണ്. ട്രെയിനിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ആശുപത്രി എടുത്തിട്ട് പോകാൻ എളുപ്പമുണ്ട്. പക്ഷേ എല്ലാ സ്ഥലങ്ങളിലും ഈ സുകുമാരക്കുറുപ്പിൻ്റെ വിവിധ തരത്തിലുള്ള ഫോട്ടോ ഉണ്ട്. അത് കാണിച്ചപ്പോൾ ഇയാൾ തന്നെ എന്ന് ഡോക്ടർമാർ ഐഡൻറ്റിഫൈ ചെയ്യാണ് എല്ലായിടത്തും. അതുകൊണ്ടാണ് ഇത്ര ആധികാരികമായി സുകുമാരക്കുറുപ്പ് ജീവിച്ചിരിപ്പില്ല, സുകുമാരക്കുറുപ്പ് മരിച്ചുപോയി എന്ന് തന്നെ കണ്ടെത്തുന്നത് അങ്ങനെയാണ്. അപ്പോൾ അവിടെ ബീഹാറിലെ കത്തിനാർ ആശുപത്രിയും കഴിഞ്ഞു. പിന്നെ അവിടെ അസൻസോൾ ബംഗാളിലെത്തി. ബീഹാർ വിട്ട് ബംഗാളിലോട്ട് കയറി. ബംഗാളിൽ പിന്നീട് നമ്മൾ അസൻസോൾ കഴിഞ്ഞിട്ട് ടിസ്കോ ആശുപത്രിയിൽ പോയി. 19/12/1989 ബംഗാളിലെ അടുത്ത ആശുപത്രി ടിസ്കോ ആശുപത്രിയിൽ അവിടെ 3 ദിവസം കഴിഞ്ഞതായിട്ട് കാണുന്നുണ്ട്. അവിടെയൊക്കെ എൻട്രി ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. ഏതായാലും അതിനുശേഷം അവിടെ ഒരു 3-4 ദിവസം കിടന്നു. പിന്നെ കാണുന്നത് 7 ദിവസം. ആ 3-4 ദിവസം കഴിഞ്ഞിട്ട് ഒരു 6-7 ദിവസം വീണ്ടും എന്താ പറയുക, ഈ സ്ഥലങ്ങളിലെ 23/12/1989 മുതൽ 28 വരെ അവിടെ കിടന്നതായിട്ടാണ് കാണുന്നത്. അതിനുശേഷം അപ്പോൾ ഏകദേശം 8-10 ഹോസ്പിറ്റലായി. ഇപ്പോൾ പല സ്ഥലങ്ങളിലും പോയി ഈ ഫോട്ടോ കാണിക്കുമ്പോൾ വിവിധ തരത്തിലുള്ള ഫോട്ടോ കൈവശമുണ്ട്. സുകുമാരക്കുറുപ്പിൻ്റെ 6 അടി പൊക്കമുള്ള വ്യക്തി, ഈ മറുക്, അതുപോലെ തന്നെ അയാളുടെ രൂപസാദൃശ്യമുള്ള പല രീതിയിലുള്ള ഫോട്ടോകൾ പോലീസിൻ്റെ കൈവശമുണ്ട്. ഇതെല്ലാം കെട്ടുമായിട്ടാണ് ഗോവിന്ദൻകുട്ടിയും രാജഗോപാലും ഒക്കെ പോയിരിക്കുന്നത്. ആളെ തിരിച്ചറിഞ്ഞിരിക്കുന്നു എല്ലാ ഹോസ്പിറ്റലിലെയും സ്റ്റാഫും, എല്ലാ ഹോസ്പിറ്റലും. കാരണം ICUവിനകത്താണ് മിക്കവാറും കയറി കിടക്കുന്നത്. പക്ഷേ എല്ലായിടത്തും അവർ 24 മണിക്കൂറിനകം നിങ്ങൾ ഓപ്പറേഷൻ നടത്തിയില്ല, ഇനി ജീവിച്ചിരിക്കില്ല എന്ന് വരെ പറഞ്ഞു. ഏതായാലും ടിസ്കോയിലും അസൻസോളിലും ഡോക്ടർ പറഞ്ഞു 24 ഹവേഴ്സിനകം നിങ്ങൾ ഇനി ഒന്നും ആലോചിക്കാനില്ല, നിങ്ങളുടെ ജീവൻ നിലനിർത്തണമെങ്കിൽ നിങ്ങൾ ഉടനെ ഓപ്പറേഷന് വിധേയനാകണം. പക്ഷേ അതിന് തയ്യാറാകുന്നില്ല. കാരണം ഓപ്പറേഷൻ കിടന്നായിക്കഴിഞ്ഞാൽ അറസ്റ്റിലാകുമെന്നാണ് ധാരണ. കാരണം 10-15-20 ദിവസം ചിലപ്പോൾ ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വരും. മലയാളികൾ കണ്ടെന്ന് വരും, ഐഡൻറ്റിഫൈ ചെയ്തെന്ന് വരും. അപ്പോൾ അതുകൊണ്ട് ഇയാൾ ഓപ്പറേഷന് വിധേയനാകുന്നേ ഇല്ല. മാക്സിമം എങ്ങനെയെങ്കിലും സർവൈവ് ചെയ്യാനുള്ള ദ്വരയിലാണ് അയാൾ നീങ്ങിക്കൊണ്ടിരുന്നത്. ഏറ്റവും അവസാനം നമ്മൾ കണ്ടെത്തുന്നത് ബീഹാറിൽ തന്നെ വീണ്ടും കാണുകയാണ്. ബീഹാറിലെ റൂക്ക് നാരായൺപൂർ ഹോസ്പിറ്റലിലെ 14/1/1990 അതാണ് അവസാനം കാണുന്നത്.
ആ സമയത്ത് അവിടുത്തെ ഡോക്ടേഴ്സിൻ്റെ അടുത്തും നഴ്സസിൻ്റെ അടുത്തും എല്ലാവരും ചോദ്യം ചെയ്തു. എല്ലാവരും ഇയാളെ കണ്ട് തിരിച്ചറിഞ്ഞു. അവർ പറയണത് 24 മണിക്കൂർ കൂടുതൽ അയാൾ ജീവിക്കില്ല, അയാൾ ഓപ്പറേഷന് വിധേയനാകത്തില്ല, ചെയ്തു നോക്കി റിസ്ക്കാണ് എങ്കിലും അവർ ചെയ്യാം എന്ന് പറഞ്ഞതാണ്. പക്ഷേ ഇയാൾ 24 hours കൂടുതൽ ഇനി ജീവിച്ചിരിക്കില്ല എന്ന് ഡോക്ടേഴ്സ് വിധി എഴുതി. ആ ഡോക്ടറെ കണ്ട് ഒന്നും കൂട്ടി ചോദ്യം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതോടുകൂടി പക്ഷേ ഒരു ദിവസം കഴിഞ്ഞപ്പം അവിടുന്ന് ഇറങ്ങി എന്നാണ് മനസ്സിലാകുന്നത്. ഇത് പറഞ്ഞ ശേഷം ഇയാൾ അവശനായി അവിടുന്ന് ആ ICU വെളിയിലിറങ്ങി, രാത്രി ഇറങ്ങിപ്പോയി. ആ ഡോക്ടറെ കണ്ട് ചോദിക്കുമ്പം ആ പരിസരവും ആ പട്ടണത്തിന് ചുറ്റുവട്ടം മുഴുവൻ ഇവർ 2-3 ദിവസം നടന്നു. പക്ഷേ ഒരു ഹോസ്പിറ്റലും കണ്ടില്ല. ഇവിടം കൊണ്ട് സുകുമാരക്കുറുപ്പ് അപ്രത്യക്ഷമായി. അതിൻ്റെ അർത്ഥം അവിടെ നോർത്ത് ഇന്ത്യയിൽ ബീഹാറിലോ അല്ലെ ജാർഖണ്ഡിലോ UPയുടെ പല ഭാഗത്തും മധ്യപ്രദേശത്തുമൊക്കെ പട്ടണങ്ങളിൽ ഒഴിച്ച് ബാക്കിയുള്ള ഗ്രാമീണ സ്ഥലങ്ങളിലൊക്കെ റോഡ് സൈഡിലൊക്കെ പല ബഗേഴ്സും ഒരു സന്യാസിമാരൊക്കെ ഇപ്പോഴും അവിടെ മരിച്ചു കിടക്കും. കാരണം ആരും അന്വേഷിക്കാനും നോക്കാൻ ആശുപത്രി കൊണ്ടുപോകാനില്ല. പലരും പല കടത്തിണ്ണകളിലും പല വരാന്തയിലും ഒക്കെ കിടന്ന് മരിക്കുന്നുണ്ട്. അന്നും ഇന്നും അങ്ങനെ സെയിമാണ്. വലിയ വ്യത്യാസമൊന്നും ഞാൻ കാണുന്നില്ല. ഞാൻ ഈ സ്ഥലങ്ങളിലൊക്കെ സഞ്ചരിക്കുമ്പോൾ അവിടുത്തെ ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ സർക്കിൾ ഇൻസ്പെക്ടറിൻ്റെ പേരിലൊക്കെ ഞാൻ അന്വേഷണത്തൊക്കെ പോയ സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. 3-4 ഡെഡ് ബോഡിയൊക്കെ ഈ കോർപ്പറേഷൻകാർ വണ്ടിയെ കയറ്റിക്കൊണ്ട് പോകും, അത് ഒന്നിച്ച് ബെറിയിൽ നടത്താനായിട്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു കാലഘട്ടമാണത്. നമ്മൾ കേരളത്തിലെ ആരെങ്കിലും ബഗേറായാലും ശരി, ഒരു ധർമ്മക്കാരായാലും ശരി, ഊരും പേരും തിരിച്ചറിയാത്തതിനും അത് ഭിക്ഷാടനം നടത്തുന്ന ആളായാലും ശരി, അതിനിവിടെ കേസ് രജിസ്റ്റർ ചെയ്യും. കേസ് രജിസ്റ്റർ ചെയ്യുന്നത് മാത്രമല്ല, ഇൻക്വസ്റ്റ് തയ്യാറാക്കും, ഫോട്ടോ എടുത്ത് സൂക്ഷിക്കും, സർക്കുലേറ്റ് ചെയ്യും. അത് വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് കേരള പോലീസ് മാത്രമാണ് അത് ചെയ്യുന്നത്. ഇന്ത്യയിലെ മറ്റുള്ള സ്റ്റേറ്റ് പട്ടണങ്ങളിലുണ്ടാവും ഇതൊക്കെ. പക്ഷേ ബാക്കിയുള്ള വില്ലേജുകളിലും ഡിസ്റ്റൻറ്റ് വില്ലേജുകളൊന്നും ഇന്നും ഇന്ത്യയുടെ പഴയ നിറത്തിൽ തന്നെ കിടക്കുകയാണ്. അവിടെ കിടന്ന് മരിച്ചു കഴിഞ്ഞാൽ അതിന് വലിയ തർക്കവും ബഹളവും ഒന്നുമില്ല. എങ്ങനെയെങ്കിലും അവിടുത്തെ പഞ്ചായത്ത് അവർ ഇതുകൊണ്ടങ്ങ് അടക്കും. ഇതാണ് ഇന്ന് നമുക്കറിയാമല്ലോ. ഇപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടല്ലോ, കോവിഡ് കണ്ട് കഴിഞ്ഞ് പുണ്യ നദിയിലോട്ട് ഡെഡ് ബോഡി ഒഴുക്കി വിട്ടൊക്കെ നമ്മൾ കണ്ടു. അത് അത്രയേ ഉള്ളൂ. മരണം നടന്നു കഴിഞ്ഞാൽ പിന്നെ അത് എവിടെയെങ്കിലും കൊണ്ടുപോയി അങ്ങ് അടക്കുക. അത് എങ്ങനെ സംഭവിച്ചെന്നോ ആരാണെന്നോ അയാളെന്നോ ഒന്നും അറിയാൻ പറ്റില്ല. ധാരാളം പേരിങ്ങനെ വാണ്ടർ ചെയ്ത് നോർത്ത് ഇന്ത്യയിൽ കൂടെ പോകുന്നുണ്ട്. UPയിലും മധ്യപ്രദേശത്തും ബീഹാറിലും ജാർഖണ്ഡിലും ബംഗാളിലൊക്കെ ഇന്നും കാണാം നമുക്കത്. പക്ഷേ ദക്ഷിണേന്ത്യയിലോട്ട് വരുമ്പം വളരെ വ്യത്യാസമാണ്. വളരെ ഈ തമിഴ്നാട്ടിലും, പ്രത്യേകിച്ച് തമിഴ്നാട്ടിലും കർണാടക, കേരളത്തിലൊക്കെ വരുമ്പം വളരെ വളരെ വ്യത്യാസം കാണുന്നുണ്ട്. ആരെങ്കിലും ഒരു മരണം എവിടെയെങ്കിലും വെച്ചുണ്ടെങ്കിൽ അൺനോൺ ആണെങ്കിൽ ശരി, FIR എടുക്കും, ഇൻക്വസ്റ്റ് തയ്യാറാക്കും, പോസ്റ്റ്മോർട്ടം ഒക്കെ ചിലപ്പം ചെയ്യും. അപ്പം സുകുമാരക്കുറുപ്പിൻ്റെ ഈ കാലഘട്ടത്തിൽ വളരെ വ്യത്യാസമാണ്. അന്ന് അവസാനം കണ്ട ബീഹാറിലെ റൂക്ക് നാരായൺപൂർ എന്ന സ്ഥലത്താണ്. അത് അവിടുത്തെ പബ്ലിക് ഹെൽത്ത് OPയിലാണ് കണ്ടിരിക്കുന്നത്. ഇയാൾ അവിടുത്തെ PJ ജോഷി എന്ന് തന്നെ അവിടെ പേര് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹം ഡോക്ടർ പറയുന്നുണ്ട് അഡ്മിറ്റ് ആകാം പിന്നീട്. പക്ഷേ ഇയാൾ അവിടെ കിടന്ന് ജനറൽ വാർഡിൽ കിടന്നിട്ട് പിന്നെ അന്ന് രാത്രി തന്നെ അവിടുന്ന് വെളിയിൽ ഇറങ്ങിപ്പോയതായിട്ട് കാണുന്നു. ആഹാരം കഴിക്കാനോ എന്തെങ്കിലും ചോദിക്കാനോ പിടിക്കാനോ ഒക്കെ ആയിരിക്കാം. പക്ഷേ പിന്നീട് ഇയാളെ ഇന്ന് വരെ ഒരു ഹോസ്പിറ്റലിലും, പിന്നീട് വളരെയധികം ഹോസ്പിറ്റലിൽ നമ്മൾ നോക്കി, എങ്ങും കണ്ടിട്ടില്ല. അതിൻ്റെ അർത്ഥം ആൾ മരണപ്പെട്ടു പോയി. കാരണം ഡോക്ടർ പറയുന്നുണ്ട് ഇത് തന്നെ വ്യക്തി ഇത് തന്നെയാണ്. ഫോട്ടോ കാണിച്ചപ്പം ഏറ്റവും അവസാനം കണ്ട ഡോക്ടറും പറയുന്നത്, നഴ്സസും പറയുന്നുണ്ട് ഇയാൾ തന്നെ, മാറ്റമൊന്നുമില്ല. പക്ഷേ ഇയാൾ വെളിയിൽ എവിടെയെങ്കിലും പോയി മരിക്കാനാണ് സാധ്യത. വീണ് കിടന്ന് മരിച്ചു പോകും. പിന്നെ ഇന്ന് വരെ ഒരു ആശുപത്രിയിലും, പല ആശുപത്രിയിലും പിന്നീട് നമ്മൾ വെരിഫൈ ഇന്ന് വരെ കണ്ടിട്ടില്ല. ബീഹാർ, ബംഗാൾ, MP, മധ്യപ്രദേശ്, UPയുടെ ചില ഭാഗത്ത് ഇവിടെയൊക്കെ നിരന്തരം 1.5 മാസത്തോളം ഗോവിന്ദൻകുട്ടിയും അതുപോലെ രാജഗോപാലും മാധവൻ നായരും സഞ്ചരിച്ച് രേഖപ്പെടുത്തിയ കാര്യങ്ങളാണ്. അത് കേസ് ഡയറിയിൽ ഞാൻ എഴുതി ചേർത്തിട്ടുണ്ട്. അതിനുശേഷം ഇയാളെ കണ്ടിട്ടേയില്ല. അതുകൊണ്ട് മരണപ്പെട്ടു പോയിരിക്കാനാണ് സാധ്യത എന്ന് തന്നെയാണ് ആ നിഗമനം. അതുകൊണ്ട് ആ കേസ് ഡയറിയുടെ അവസാനം ഞാൻ പറഞ്ഞിട്ടുണ്ട്, സുകുമാരക്കുറുപ്പ് മരണപ്പെട്ടു എന്ന് നമ്മൾ നിഗമനത്തിലെത്തേണ്ടിയിരിക്കുന്നു. ഈ കേസിൻ്റെ അന്വേഷണം ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കണം. അതുതന്നെയല്ല, അതിനുശേഷം പിന്നീട് ഇന്നും ആൾക്കാർ സുകുമാരക്കുറുപ്പിനെ അന്വേഷിച്ച് നടക്കുന്നുണ്ട്. സിവിയർ അറ്റാക്കുള്ള ഒരാൾ ഇപ്പോൾ ഈ 75-76 വയസ്സ് വരെ ജീവിച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ അസാധ്യമായ കാര്യമാണ്. ഏതായാലും സുകുമാരക്കുറുപ്പിനെ പറ്റി സുകുമാരക്കുറുപ്പിൻ്റെ ഭാര്യ സരസുവിനോ മക്കൾക്കോ അല്ലെങ്കിൽ വീട്ടുകാർക്കോ നാട്ടുകാർക്കോ ആർക്കും ഒരു നോളജും ഇല്ല എന്നുള്ളതാണ് പരാമർശം. പക്ഷേ കുറുപ്പ് ഇന്നും മലയാളി മനസ്സിൽ ജീവിക്കുകയാണ്. കുറുപ്പ് മലയാളികൾ ഉള്ളിടത്തോളം കാലം കുറുപ്പിനെ പറ്റി അന്വേഷിച്ച് നടക്കും മലയാളികൾ.
100 വർഷം 200 വർഷം കഴിഞ്ഞാലും ശരി കുറുപ്പിനെ അന്വേഷിച്ച് അന്നും ആൾക്കാർ നടക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം മലയാള മനസ്സിൽ കുറുപ്പിനെ എന്ന ഘാതകനെ പറ്റി ഒരു പിക്ചർ എല്ലാവരുടെയും മലയാള മനസ്സുകളിലുണ്ട്. അത് മായ്ച്ചു കളയാൻ പറ്റാത്ത ഒരു ഘാതകം തന്നെയാണ് സുകുമാരക്കുറുപ്പ്. ഏതായാലും സുകുമാരക്കുറുപ്പ് മരണപ്പെട്ടു എന്ന് കൺക്ലൂസീവായിട്ട് കേസ് ഡയറി ഞാൻ എഴുതി വച്ചിട്ടുണ്ട്. കാരണം എനിക്ക് സുകുമാരക്കുറുപ്പിനെ കാണാൻ പറ്റില്ല. പക്ഷേ കോർപ്പസ് ഡിലിറ്റി നമുക്ക് അല്ലെങ്കിൽ ഡെഡ് ബോഡി കണ്ടെത്താൻ പറ്റിയില്ല എന്നൊരു പരാമർത്ഥമാണ്. പക്ഷേ ആ ജോഷി എന്ന വ്യക്തി തന്നെയാണ് സുകുമാരക്കുറുപ്പ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം പോലീസ് ആ ഫോട്ടോ കണ്ട് ഇത് ജോഷി എന്ന് പറഞ്ഞ ആൾ തന്നെയാണ് സുകുമാരക്കുറുപ്പ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് സുകുമാരക്കുറുപ്പിൻ്റെ ചാപ്റ്റർ ഞാൻ കേസ് ഡയറിയിൽ അവസാനിപ്പിച്ചിട്ടാണ് ക്രൈംബ്രാഞ്ചിൽ നിന്ന് പോകുന്നത് തന്നെ.